ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ റീജ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെന്റൽ എബിലിറ്റി ആണ്. മെന്റൽ എബിലിറ്റിയിൽ നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് ഓഡ് മാൻ ഔട്ട്. അപ്പോ എന്താണ് ഓഡ് മാൻ ഔട്ട് എന്നും അതിന്റെ കുറെ ക്വസ്റ്റ്യൻസും ഒക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ക്ലാസ്സിലേക്ക് പോവുകയാണ്. അപ്പൊ ഓഡ് മാൻ ഔട്ട് എന്താണ്? ഈ ഓഡ് മാൻ ഔട്ട് എന്ന് വെച്ചാൽ ഒറ്റയാൻ ആര് എന്ന് പറയുകയാണ്. എന്താണ്? ഒറ്റയാൻ ആര് എന്ന് പറയുന്നു. അപ്പോ ഒരു ഗ്രൂപ്പ് നമ്മൾ നോക്കുകയാണ്. ഇവിടെ ഒരു പൂവ് നിൽക്കുന്നു. ഇപ്പുറത്താണെങ്കിൽ ദാണ്ടെ കുറേ ഫ്ലവേഴ്സ് ഇങ്ങനെ നിൽക്കുന്നു. ഇവിടെ നമ്മൾ നോക്കുമ്പോ ഇവിടെ ഇങ്ങനെ ഒരു ആപ്പിൾ ഇരിക്കുന്നു. ഇവിടോട്ട് നമ്മൾ നോക്കുമ്പോ ഇവിടെ കുറെ ഫ്ലവേഴ്സ് ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോ ഈ ഗ്രൂപ്പില് ഒറ്റയാൻ ആരാണ്? നിങ്ങൾ എല്ലാരും ഒന്ന് കമന്റ് ചെയ്തേ. ഈ ഗ്രൂപ്പില് ഒറ്റയാൻ ആരാണ്? ഈ ഗ്രൂപ്പിലെ ഒറ്റയാൻ? ഓഡ് മാൻ ആരാണ്? അപ്പൊ ഈ ഗ്രൂപ്പില് കുറെ ഫ്ലവേഴ്സ് ആണ്. ഫ്ലവേഴ്സിന്റെ ഇടയിൽ ഒരു ഫ്രൂട്ട് ഇരുന്നെങ്കിൽ ഈ ഫ്രൂട്ടാണ് നമ്മുടെ ഒറ്റയാൻ. അപ്പൊ എല്ലാവർക്കും പിടി കിട്ടിയ ഓഡ് മാൻ. തന്നതിൽ കൂട്ടത്തിൽ പെടാത്തതാരാ? ഇവിടെ ഒരു ബോയ് ഇരിക്കുന്നു. ഇവിടെ വീണ്ടും ഒരു ബോയ് ഇരിക്കുന്നു. ഇവിടെ ഒരു ഗേൾ ഇരിക്കുന്നു. ഇവിടെ ബോയ് ഇരിക്കുന്നു. അപ്പൊ കൂട്ടത്തിൽ പെടാത്തത് ഈ ഗേൾ ആണ്. കാര്യം ഇവിടുത്തെ ബോയ്, ഇത് ബോയ്, ഇവരെല്ലാം ബോയ് എന്ന ഗണത്തിൽ പെടുന്നു. ഗേള് മാത്രം വേറൊരു ജെൻഡർ ആണ്. അപ്പോ ഇതാണ് നമ്മളുടെ കൂട്ടത്തിൽ പെടാത്തത്. ഇപ്പൊ നിങ്ങൾ തന്നെ പറയത്തില്ലേ, ഇപ്പൊ ഒരാള് എന്ന് പറയുന്ന സ്കൂള്, ഏതെങ്കിലും ഒരു സ്കൂൾ ആകട്ടെ, സ്കൂളിൽ പഠിക്കുന്ന ആളാണ്. അപ്പൊ നിങ്ങളുടെ തന്നെ വേറൊരു ഫ്രണ്ട് വരുന്നു, ഇതേ സ്കൂളിലാണ്. വേറൊരു ഫ്രണ്ട് വരുന്നു, ഇതേ സ്കൂളിലാണ്. അപ്പൊ ഇപ്പുറത്തെ വേറൊരാള് വരുന്നു, വേറൊരു സ്കൂളിലെ ആളാണ്. അന്നേരം നിങ്ങൾ പറയും ഞങ്ങൾ ഇത്ര ഒരു ഗ്രൂപ്പാ, കാര്യം ഞങ്ങൾ ഈ സ്കൂളിൽ നിന്ന് വരുന്ന ആളാ, ഞങ്ങൾ ഇത്രയും ഫ്രണ്ട്സ്, ഞങ്ങളാണ്, നീ വേറെയാന്ന് പറയും അല്ലെ. അപ്പൊ ഇത് ഇത്രയും ഒരു ഗ്രൂപ്പാണ്. ക്ലിയർ ആണ്? ക്ലിയർ അല്ലേ? ഇനി 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന 3 പേര്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാള്. അപ്പൊ ഇവര് 4 പേരും കൂടി ഇരുന്ന ഒറ്റയാൻ ആരാണ്? 10ൽ പഠിക്കുന്ന ആളല്ലേ ഒറ്റയാൻ. അപ്പോ ഗ്രൂപ്പ് നമ്മളിങ്ങനെ ഒരു ഗ്രൂപ്പ് ചേരുകയാണ്. അപ്പൊ ആ ഗ്രൂപ്പില് ഒറ്റയ്ക്ക് വന്ന് നിൽക്കുന്ന, ആ ഗ്രൂപ്പുമായി ബന്ധമില്ലാതെ കൂടെ വന്ന് നിൽക്കുന്ന ആളാണ് ഒറ്റയാൻ. ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായോ? ക്ലിയർ ആണോ? നോക്കിയേ, ഇപ്പോ ഇവിടെ ഒരു ബുക്ക് ഇരിക്കുന്നു. ഈ ബുക്ക് മാത്സിന്റെ ബുക്കാണ്. മറ്റൊരു ബുക്ക് ഇവിടെ ഇരിപ്പുണ്ട്. ഈ ബുക്ക് ഇംഗ്ലീഷിന്റെ ബുക്കാണ്. ഇനി ഇവിടെ വേറൊരു ബുക്ക് ഇരിപ്പുണ്ട്. ഈ ബുക്ക് സയൻസിന്റെ ബുക്കാണ്. ഇനി ഇവിടെ ഒരു ബുക്ക് ഇരിപ്പുണ്ട്. ഈ ബുക്ക് നമ്മുടെ ബഷീറിന്റെ ഒരു സ്റ്റോറിയാണ്. അപ്പൊ നമ്മള് ഏതാണ് ഒറ്റയാൻ എന്ന് പറയും? ഏതാണ് ഒറ്റയാൻ? ബഷീറിന്റെ സ്റ്റോറി ബുക്കാണ്. ബാക്കിയെല്ലാം പഠിക്കുന്ന സബ്ജക്റ്റ് ആണ്. അപ്പോ നമ്മൾ എന്ത് പറയും? ഇത് ഒറ്റയാനാണ് എന്ന് പറയും. ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടോ? ബഷീറിനെ അറിയാവോ? മുഹമ്മദ് ബഷീറിനെ അറിയാവോ? പാത്തുമ്മയുടെ ആട്, ബാല്യകാല സഖിയൊക്കെ എഴുതിയ ബഷീറിനെ അറിയാമോ? ഓക്കെ ആണ്. ഇനി വേറൊരു ഗ്രൂപ്പ് നമ്മൾ നോക്കുകയാണ്. ഈ ഗ്രൂപ്പ്, ഇവിടെ ഇന്ത്യ എന്ന രാജ്യം, ഇവിടെ അമേരിക്ക എന്ന രാജ്യം, ഇവിടെ മറ്റൊരു സൗത്ത് ആഫ്രിക്ക എന്നൊരു രാജ്യം. ഇനി ഇവിടെ ഒരു സ്ഥലവും കൂടെ ഉണ്ട്, മഹാരാഷ്ട്ര. അപ്പൊ നിങ്ങൾ ആരാണ് ഒറ്റയാൻ എന്ന് പറയും? ഇതൊരു രാജ്യമാണ്, ഇതൊരു രാജ്യമാണ്, പക്ഷെ ഇതൊരു സ്റ്റേറ്റ് ആണ്. അപ്പൊ ഇവനെ ഒറ്റയാൻ എന്ന് നമ്മൾ വിളിക്കും. ക്ലിയർ ആണോ? ഈ ഗ്രൂപ്പ് എല്ലാം കൺട്രിയുടെ ഗ്രൂപ്പാണ്, രാജ്യത്തിന്റെ ഗ്രൂപ്പാണ്. അപ്പൊ ഇതിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആളാണ് നമ്മളുടെ ഒറ്റയാൻ. അപ്പൊ ഒറ്റയാൻ എന്ന് പറയുമ്പോൾ ഒരാള് എന്തെങ്കിലും കാരണത്താൽ ഒറ്റപ്പെട്ടിരിക്കുന്നു. അപ്പോ ഒരു ഗ്രൂപ്പ് നമ്മൾ 4 ഓപ്ഷൻസ് ABCD, ഈ 4 ഓപ്ഷൻസിൽ ഒരാൾ എങ്ങനെയോ വേറിട്ട് നിൽക്കുന്നു. ബാക്കി 3 പേര് ഒരുപോലെ നിൽക്കുന്നു, സെയിം ആണ്. ഒരാൾ മാത്രം എന്തോ ഒരു വേറിട്ട് നിൽക്കുന്നു. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒറ്റയാൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായോ? എല്ലാവർക്കും പിടികിട്ടിയോ? ഓക്കെ ആണ്. ഇനി അടുത്തൊരു ഒറ്റയാൻ എല്ലാരും പറയണം. ഓക്കെ ആണ്. എല്ലാരും കമന്റ് ചെയ്യണം. മമ്മൂട്ടി, മോഹൻലാൽ, ടൊവിനോ തോമസ്, പിണറായി വിജയൻ. ആരാണ് ഒറ്റയാൻ? ഒറ്റയാൻ ആരാണ്? പെട്ടെന്ന് വന്ന് പറ.
ഹായ് ഹായ് ഹായ്, എല്ലാരും പെട്ടെന്ന് കമന്റ് ചെയ്തേ. മനസ്സിലാവുന്നുണ്ടോ? ഒറ്റയാൻ എല്ലാവർക്കും പിടികിട്ടിയോ? പിടികിട്ടിയോ? ഓടുമാൻ ഔട്ട് ആരാണ്? പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണ്. ഇദ്ദേഹം രാഷ്ട്രീയക്കാരനാണ്. ബാക്കി എല്ലാരും ഫിലിം ഫീൽഡ് സിനിമാ നടന്മാരാണ്. അതുകൊണ്ട് ഇവരെല്ലാം ഒരു ഗ്രൂപ്പാണ്. ഇത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണ്. ക്ലിയർ ആണോ? എല്ലാവർക്കും പിടികിട്ടിയോ? ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ലേ? ഇപ്പൊ മനസ്സിലായില്ലേ? ഒറ്റയാൻ എല്ലാവർക്കും മനസ്സിലായോ? ഇനി ഞാൻ മറ്റൊരു ക്ലാസിഫിക്കേഷൻ പറയാം. നമിത, കാവ്യ മാധവൻ, മഞ്ജു വാര്യർ. ഓക്കെ, പെട്ടെന്ന് അങ്ങ് എഴുതുവാണ്. മഞ്ജു ഒക്കെ ഇങ്ങനെയൊക്കെ എഴുതേണ്ടത്. ഓക്കെ, ഇപ്പൊ നമിതയായി, കാവ്യമാധവനായി, മഞ്ജു വാര്യറായി. ഇനി അടുത്ത എന്റെ ഓപ്ഷൻ വീണയാണ്. വീണയെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആരോഗ്യ വകുപ്പ് മന്ത്രി വീണയാണ്. അപ്പൊ ഇവര് മൂന്നുപേരും സിനിമാ നടിയാണ്. ഇത് മാത്രം വീണ എന്താണ്? രാഷ്ട്രീയമാണ്, ആരോഗ്യ വകുപ്പാണ്. അപ്പൊ നമുക്ക് ഒറ്റയാനെ കിട്ടി. എല്ലാവർക്കും പിടികിട്ടിയോ? ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? ഒറ്റയാൻ എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ ആണ്, ക്ലിയർ ആണ്. ഡൗട്ട് ഉള്ള ആരെങ്കിലും ഉണ്ടോ? ക്ലിയർ അല്ലേ? ഓക്കെ ആണ്, ക്ലിയർ ആണ്. എങ്കിൽ നമുക്ക് ഒറ്റയാനിലേക്ക് പോകാം. ഓടുമാൻ ഔട്ട് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഒരു ഗ്രൂപ്പ്, ഈ ഗ്രൂപ്പിൽ നിന്ന് വ്യത്യസ്തനായി നിൽക്കുന്ന ആള്, വ്യത്യസ്തനാമ്പാലനെ നമ്മൾ തിരിച്ചറിയുകയാണ് അല്ലെ? സത്യത്തിൽ ആരും തിരിച്ചറിഞ്ഞില്ല, പക്ഷെ നമ്മൾ തിരിച്ചറിയാൻ പോവുകയാണ്. ആ ഡിഫറെന്റ് ഒബ്ജക്റ്റിനെ നമ്മൾ കണ്ടുപിടിക്കുന്നു. ഒരു ഗ്രൂപ്പില് 3 പേര് ഒരുപോലെ ആയിരിക്കും. ഒരാളിങ്ങനെ ഒറ്റപ്പെട്ട് മാറിയിരിക്കും. അയാളെ നമ്മൾ പിടിച്ചെടുക്കും. അതാണ് നമ്മുടെ ഒറ്റയാൻ. ഇത് ഒരു ഫോർമേഷൻ പോലാകാം, റിലേഷൻ ആകാം, എഴുത്ത് പോലാകാം, സൈഡ്സ് ആകാം, എലമെന്റ്സ് ആകാം, റിയൽ ഇമേജ് ആകാം, പൊസിഷൻ ആകാം, റൊട്ടേഷൻ ആകാം, നമ്പേഴ്സ് ആകാം. ഒരുപാട് രീതിയിൽ നമുക്ക് ഒറ്റയാനെ കണ്ടുപിടിക്കാം. ക്ലിയർ ആണോ? ഒരുപാട് രീതിയിൽ പറയാം. ക്ലിയർ ആണോ? അപ്പോ എങ്ങനെയാണ് നമ്മൾ ഈ ഒറ്റയാനെ കണ്ടുപിടിക്കുന്നത്? ഇപ്പൊ ഫോർമേഷൻ, അതായത് ഇങ്ങനെ ഫോം ചെയ്തിരിക്കുന്നു. ഇതാണ് നിങ്ങളുടെ ആദ്യത്തെ ചോദ്യം. ഈ ഫോർമേഷൻ വെച്ചിട്ട് നിങ്ങൾ ഒറ്റയാനെ കണ്ടുപിടിക്കുക. ജോമെട്രിക്കൽ ആയിട്ട് ഒരു സംഭവം തന്നിട്ട് ചോദിക്കും ഒറ്റയാൻ ആരാണ്. ഇപ്പൊ നിങ്ങളുടെ ആദ്യത്തെ ചോദ്യം ഇന്നത്തത് ഇതാണ്. എല്ലാവർക്കും ആൻസർ കമന്റ് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ പോവുകയാണ്. ഞാൻ ഹെഡ് മാറ്റാം. എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ പറയണേ. എങ്ങോട്ട് മാറ്റണം? ഞാനിങ്ങനെ എന്നെ ഓടിപ്പിച്ച് കളിപ്പിക്കാം. ചെറുതാക്കണമെങ്കിൽ കുറച്ച് ചെറുതാക്കാം. ക്വസ്റ്റ്യൻ കിട്ടുന്നുണ്ടല്ലോ അല്ലെ? ക്വസ്റ്റ്യൻ കാണാലോ. ക്വസ്റ്റ്യനിൽ ബുദ്ധിമുട്ടില്ലല്ലോ. ഓക്കെ, അപ്പൊ ഏറ്റവും ആദ്യം ആൻസർ പറഞ്ഞിരിക്കുന്നത് ആൻഡ്രിയ ആണ്. ആൻഡ്രിയ ഏറ്റവും ഫാസ്റ്റിൽ പറഞ്ഞു. റീന താണ്ടെ തൊട്ട് പിറകിൽ റീന പറഞ്ഞു, അഞ്ചു പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആൻസേഴ്സ് എല്ലാരും പറഞ്ഞോണ്ടിരിക്കുക. എയ്ദിൻ പറയുന്നു, ലിയോക്ക്, ഹന്ന, ഓക്കെ, ശ്രീനന്ദ. അപ്പൊ നമുക്ക് നോക്കാം ആരുടെ ആൻസർ ആണ് ശരി. ഫോർമേഷൻ വെച്ചിട്ടാണ് നമുക്ക് ഈ ഫോർമേഷൻ ഹെഡിങ്സ് ഒന്നും വേണ്ട, ഒറ്റയാനെ കണ്ടുപിടിക്കാൻ പഠിച്ചാൽ മാത്രം മതി. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോ ഇവിടെ ആദ്യം ട്രയാങ്കിൾ ഒരു 3 സൈഡാണ്. നമ്മൾ ഇങ്ങനത്തെ ലൈൻസ് വെച്ചിട്ടാണ് ഫോം ചെയ്തത്. അടുത്തത് നമുക്കൊരു സ്ക്വയർ കാണാം, 4 ലൈൻസ് വെച്ചിട്ടാണ് ഫോം ചെയ്തത്. അടുത്ത ഇവിടെ ഒരു പെന്റഗൺ കാണാം, 5 ഇങ്ങനത്തെ സൈഡുകൾ വെച്ചിട്ട് ഫോം ചെയ്തു. എങ്കിൽ സർക്കിളിന് വല്ല സൈഡുകൾ വെച്ചിട്ടാണോ നമ്മൾ ഫോം ചെയ്തത്? അല്ല, ഇവിടെ ഒരു സൈഡ് പോലും ഉപയോഗിച്ചില്ല. ബാക്കി എല്ലാവരും ഇങ്ങനത്തെ ലൈനുകൾ വെച്ചിട്ടാണ് ഫോർമേഷൻ നടത്തിയത്. അപ്പോൾ ഒറ്റയാൻ ഓപ്ഷൻ 3 സർക്കിൾ ആണ്. ഒറ്റയാൻ ആരാണ്? ഓപ്ഷൻ 3 സർക്കിൾ ആണ്. അപ്പൊ കിട്ടിയോ? എല്ലാവർക്കും മനസ്സിലായോ? ഹായ് അലൻ, ക്ലിയർ ആണ്. എല്ലാവർക്കും ആൻസർ മനസ്സിലായെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. എല്ലാവരും ഉത്തരം പറയുക. ഏറ്റവും ആദ്യം ആൻസർ പറയുന്ന ആരാന്ന് മാം ഇപ്പൊ നോക്കും. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഏറ്റവും ആദ്യം ആൻസർ പറഞ്ഞത് ആൻഡ്രിയ ആണ്. കൺഗ്രാറ്റ്സ് ആൻഡ്രിയ. തൊട്ടുപുറകിൽ തന്നെ അലൻ പറഞ്ഞിരുന്നു. ക്ലിയർ അല്ലേ? സ്റ്റക്ക് ആകുന്നുണ്ട്. ഒന്ന് മഴ പെയ്തതിന്റെ സ്റ്റക്ക് ആണോ എന്ന് അറിയത്തില്ല. ഒന്ന് ബാക്കിൽ പോയിട്ട് തിരിച്ചു വന്നാൽ മതി. വലിയ പ്രശ്നമില്ലാണ്ട് നമ്മൾ ക്ലാസ് മുന്നോട്ട് പോവുകയാണ്. ഓക്കെ, ഏതാണ്ട് ആൻസർ വന്നു. ഈ പ്രാവശ്യം ഷൗഹാൻ ആണോ? ഷൗഹാൻ ആൻസർ ആണോ പറഞ്ഞത്? അതോ കഴിഞ്ഞതിന്റെ ആൻസർ ആണോ പറഞ്ഞത്? നമുക്ക് നോക്കാം.
ആരാണ് ആദ്യം ഏറ്റവും ആദ്യം ഇപ്രാവശ്യം ആൻസർ പറഞ്ഞിരിക്കുന്നത്? ആൻഡ്രിയ തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം ആൻഡ്രിയാണ് പറഞ്ഞത്, ഇപ്രാവശ്യം ആൻഡ്രിയാണ്. ആൻഡ്രി പറയുന്നത് എന്നെ തോപ്പിക്കാൻ നിങ്ങൾക്ക് ആർക്കും പറ്റത്തില്ല, ഞാൻ തന്നെ ഫസ്റ്റ് അടിക്കും എന്നാണ് പറയുന്നത്. മകേഷ് മഹി, ആദിദേവ് ക്ലിയർ ആണ്. ഓക്കെ, ഹന്ന. നമുക്ക് നോക്കാം, കുറച്ചു പേരൊക്കെ 1 പറയുന്നുണ്ട്. എന്താണ് ഇതിന്റെ ആൻസർ? ലെറ്റ്സ് ചെക്ക്. ആദ്യത്തെ രൂപം ദാ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ജോമെട്രിക് ഷേപ്പാണ്. ഒരു സൈഡ്, 2 സൈഡ്, 3 സൈഡ്, 4, 5. ഇതിന് 6 സൈഡ് ഉണ്ടെങ്കിൽ നമ്മൾ വിളിക്കും ഹെക്സഗൺ. ഇനി അടുത്ത ഞാൻ ദാണ്ട് ഇതിനെ വരയ്ക്കുകയാണ്. 1 സൈഡ്, 2 സൈഡ്, 3 സൈഡ്, 4 സൈഡ്, 5 സൈഡ്, 6 സൈഡ്. ഇതിന് ഒരു 6 സൈഡ് വെച്ചിട്ട് 6 ലൈൻസ് വെച്ചിട്ട് നമ്മൾ വരച്ചു. അത് തന്നെ തിരിച്ചു വരച്ചു. 6 സൈഡ് തന്നെ ഉണ്ട്. 1 2 3 4 5 6. 6 ലൈൻസ് വെച്ചിട്ട് തന്നെയല്ലേ ഇത് രണ്ടും ഈ 3ഉം വരച്ചേക്കുന്നത്? 6 ലൈൻസ് വെച്ചിട്ടാണ്. എങ്കിൽ നമുക്ക് ഈ പട്ടം പോലത്തെ ഷേപ്പ് ഒന്ന് വരച്ചു നോക്കാം. പട്ടം പോലത്തെ ഷേപ്പ് ഞാൻ എടുത്തു. 1 2 3 4. ഇപ്പൊ എനിക്ക് 4 സൈഡായി. 5 6 7. അപ്പൊ ഇതിനെനിക്ക് 7 ലൈൻസ് ഉപയോഗിക്കേണ്ടി വന്നു. ബാക്കി എല്ലാവരും 6 ആണ് ഉപയോഗിച്ചത്. ഈ പട്ടം പോലത്തെ ഈ ഷേപ്പിന് എനിക്ക് 7 ഉപയോഗിക്കേണ്ടി വന്നു. എന്റെ ആൻസർ ഓപ്ഷൻ 2 ആണ്. കിട്ടിയോ? എല്ലാവർക്കും ആൻസർ കിട്ടിയോ? എന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ 2 ആണ്. ക്ലിയർ ആണോ? ആൻസർ ക്ലിയർ ആണെങ്കിൽ ലൈക്ക് ചെയ്യാം. വലുതാക്കുമോ ക്വസ്റ്റ്യൻ? ക്വസ്റ്റ്യൻ കാണുന്നില്ലേ? ഇതാണ് ക്വസ്റ്റ്യൻ. ഈ കാണുന്നതാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ കാണാമോ ക്വസ്റ്റ്യൻ? ക്വസ്റ്റ്യൻ കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ ആണ്. ഓക്കെ, അപ്പൊ ഈ പ്രാവശ്യം ആൻസർ ഏറ്റവും ആദ്യം പറഞ്ഞത് ആൻഡ്രിയ അല്ലായിരുന്നോ? ആൻസർ ഓപ്ഷൻ 2 ആയിരുന്നു കറക്റ്റ്. ഓപ്ഷൻ 2 ആയിരുന്നു കറക്റ്റ്. ഓക്കെ, ബിജു ആൻഡ്രിയ 2 അല്ലെ? ബിജു അല്ലേ കറക്റ്റ് പറഞ്ഞത്? ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈ കാണുന്നതാണ്. ഇതിന്റെ ആൻസർ ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. ഞാനൊന്ന് വലുതാക്കാം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഒറ്റയാൻ ആര്? ഓക്കെ, ഒറ്റയാൻ ആരാണ് എന്ന് കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് 4 ഓപ്ഷൻസ് കാണാം. എല്ലാത്തിനകത്തും ഒരു സർക്കിൾ ഉണ്ട്. സർക്കിളിന്റെ ഒരു ഭാഗം ഷെയ്ഡ് ചെയ്തിരിക്കുന്നു. ഇത് നമ്മൾ സെക്ടർ എന്നൊക്കെ പറയും. അതൊന്നും വേണ്ട. അപ്പൊ സർക്കിള് ഒരു ഭാഗം ഷെയ്ഡ് ചെയ്തിരിക്കുന്നു. ഒരു ആരോ ഉണ്ട്. ഇതാണ് ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിനകത്ത് ഓഡ് മാൻ ഔട്ട്, ഒറ്റയാൻ ആര് എന്നാണ് ചോദ്യം. ആൻസർ വന്നു 3 എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലിയോക് ആണ് ഈ പ്രാവശ്യം ഏറ്റവും ആദ്യം പറഞ്ഞത്. കൺഗ്രാറ്റ്സ്. റയാൻ തൊട്ടു പുറകിൽ തന്നെ പറഞ്ഞു. ഓക്കെ, നമുക്ക് നോക്കാം. ആൻഡ്രിയ പറഞ്ഞു, മകേഷ് പറയുന്നു. അപ്പൊ എല്ലാരും 3 എന്ന് ഉറപ്പിച്ചു പറയുകയാണ്. നമുക്ക് നോക്കാം എന്താണ് ആൻസർ. ആൻസർ 3 ആണോ? ഇതിനകത്ത് ആദ്യത്തെ ഓപ്ഷൻ കണ്ടോ? ആദ്യത്തെ ഓപ്ഷനും അതുപോലെ തന്നെ അതിന്റെ ആരോയും ഒരേ സൈഡിലോട്ടല്ലേ ഈ ഒരു ഷെയ്ഡും ഇതും. ഇവിടെയും ആരോയും ഈ ഷെയ്ഡും ഒരേ ഡയറക്ഷനിലല്ലേ? ലാസ്റ്റ് ഓപ്ഷനിലും ഷെയ്ഡും ആരോയും ഒരേ ഡയറക്ഷനിലാണ്. എന്നാൽ തേർഡ് ഓപ്ഷനിന്റെ പ്രത്യേകത എന്താണ്? തേർഡ് ഓപ്ഷന്റെ പ്രത്യേകത ആരോയും ഈ ഒരു ഷെയ്ഡഡ് പോർഷനും 2 ഡയറക്ഷനിലാണ്. ആരോ മുകളിലോട്ട്, ഷെയ്ഡഡ് പോർഷൻ ഇവിടെ. ആരോ സൈഡിലോട്ട്, ഷെയ്ഡഡ് പോർഷൻ ഇങ്ങനെ. ഈ 4th ക്വസ്റ്റ്യൻ ഷെയ്ഡഡ് പോർഷൻ ഇങ്ങനെ, ആരോ ഈ സൈഡിലേക്ക്. എന്നാൽ ഇവിടെ ആരോ ഈ ഷെയ്ഡഡ് പോർഷൻ ഇങ്ങനെ, ആരോ ഇങ്ങനെ വരണമായിരുന്നു. പകരം അവർ തിരിച്ച് ഇങ്ങനെ കൊടുത്തു. അത് റോങ് ആയി. അപ്പൊ അങ്ങനെ ആൻസർ നമുക്ക് ഓപ്ഷൻ 3 കിട്ടി. എല്ലാവർക്കും എക്സ്പ്ലനേഷൻ മനസ്സിലായോ? എങ്ങനെ ആൻസർ 3 കിട്ടി എന്ന് പിടികിട്ടിയോ? ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഇതാണ് നമ്മുടെ എക്സ്പ്ലനേഷൻ. ഇതാണ് ക്വസ്റ്റ്യൻ. അടുത്തത് ബേസ്ഡ് ഓൺ റൊട്ടേഷൻ ആണ്. ഈ ബേസ്ഡ് ഓൺ ഒന്നും നിങ്ങൾ പഠിക്കണം എന്നില്ല. ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ പല രീതിയിൽ ഇതിന് ഇതാകാം. നമുക്ക്
ഒറ്റയാനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. റൊട്ടേഷൻ വെച്ചിട്ട്, അതുപോലെ തന്നെ ഫോർമേഷൻ വെച്ചിട്ട്, അല്ലെ, പല രീതിയിൽ മാറ്റങ്ങൾ സംഭവിക്കും. നമ്മൾ ഒറ്റയാൻ ആരാണ് എന്ന് കണ്ടുപിടിക്കണം. അപ്പൊ മനസ്സിലാവുന്നുണ്ടോ? ഒറ്റയാൻ എല്ലാവർക്കും പിടികിട്ടിയോ? ക്ലിയർ ആണ്? ഓക്കെ, അപ്പൊ നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഈ പ്രാവശ്യം ഏറ്റവും ആദ്യം ആൻസർ പറഞ്ഞിരിക്കുന്നത് ആരാണ്? ഷെറിൻ 4 പറഞ്ഞു, റയാൻ 2 പറഞ്ഞു, അതുൽ 2 പറഞ്ഞു. റയാൻ ആണ് ഈ പ്രാവശ്യം ഏറ്റവും ആദ്യം ആൻസർ പറഞ്ഞത്. തൊട്ടു മുമ്പ് ആൻസർ ആദ്യം പറഞ്ഞത് ആരായിരുന്നു? നമ്മൾ പറഞ്ഞായിരുന്നു ആരാണ് ആദ്യം പറഞ്ഞത്? ലിയോഗ് ഹോട്ടൽസ്. ലിയോഗ് ആണ് തൊട്ടു മുമ്പ് ഏറ്റവും ആദ്യം പറഞ്ഞത്. ഈ പ്രാവശ്യം റയാൻ ആണ് ആൻസർ പറഞ്ഞിരിക്കുന്നത്. ഫാസ്റ്റിൽ 2 എന്നുള്ള ആൻസർ. നമുക്ക് നോക്കാം ആരുടെ ആൻസർ ആണ് ശരിയെന്ന്. അപ്പൊ ഇവിടെ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്, ശ്രദ്ധിച്ചോ. ഇതിന്റെ ആരോ ഈ സൈഡിലോട്ടാണ്, അല്ലെ? നമുക്ക് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഉണ്ട്. ക്ലോക്ക് വൈസ് എന്ന് വെച്ചാൽ ക്ലോക്ക് പോകുന്ന ഡയറക്ഷൻ. ക്ലോക്കിലെ സൂചികൾ 12, 1, 2, 3, 4, 5, 6 ഇങ്ങനെയാണ് ക്ലോക്കിലെ ഡയറക്ഷൻ. ക്ലോക്ക് വൈസ് എന്നാണ് ഈ ഡയറക്ഷനെ പറയുന്നത്. ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനെ നമ്മൾ ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറയും. അതായത് ഇതിന് ഓപ്പോസിറ്റ്, തിരിച്ചുള്ള കറക്കം. ഇങ്ങനെ പോകുന്നു. ക്ലിയർ ആണ്? ഇവിടെ നോക്കിയേ, ഇത് ഇങ്ങോട്ടാണ് പോകുന്നത്, ആന്റി ക്ലോക്ക് വൈസ് ആണ്. ഇതും ഇങ്ങോട്ടാണ്, ഇങ്ങനെ പോവുക, ആന്റി ക്ലോക്ക് വൈസ് ആണ്. തിരിച്ചത് ഇത് ഇപ്പുറത്ത് വരുന്നു, ഇതും ആന്റി ക്ലോക്ക് വൈസ് ആണ്. പക്ഷെ ഇത് മാത്രം എന്താണ്? ക്ലോക്ക് വൈസ് ആണ്. ഇത് നമ്മുടെ ക്ലോക്ക് വൈസ് ആണ്. ഈ ഡയറക്ഷൻ അല്ലേ ക്ലോക്ക് വൈസ് എന്താണെന്ന് നോക്കുക, ആന്റി ക്ലോക്ക് വൈസ് എന്താണെന്ന് നോക്കുക. അപ്പൊ ഇവിടെ അതായത് ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ ക്ലോക്കിന്റെ ഡയറക്ഷൻ 12 മണി, 1 മണി, 2 മണി, 3 മണി ഇങ്ങനെയാണ് സൂചി. അപ്പോ ഇങ്ങനെയാണ് ഈ നാലാമത്തതിന്റെ ഡയറക്ഷൻ. അത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. എന്നാൽ ആന്റി ക്ലോക്ക് വൈസ് ഇതിന് ഓപ്പോസിറ്റ് ആണ്, തിരിച്ചിങ്ങനെ പോകണം. അപ്പൊ ഇവിടെ തിരിച്ചിങ്ങനെ പോയേക്കുന്നു, അങ്ങനെ തന്നെ പോയേക്കുന്നു, അങ്ങനെ തന്നെ പോയേക്കുന്നു. ഇതെല്ലാം ആന്റി ക്ലോക്ക് വൈസ് ആണ്. ഇതെല്ലാം ആന്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പൊ ആൻസർ മനസ്സിലായോ? ആൻസർ ഓപ്ഷൻ 4 ആണ്. എല്ലാവർക്കും ആൻസർ മനസ്സിലായോ? ആൻസർ പിടികിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? ഡയറക്ഷൻ വെച്ചിട്ടാണ് ഇവിടെ ആൻസർ മാറിയത്. നേരത്തെ നമ്മൾ ക്ലോക്ക് വൈസ് ആണ് കണ്ടത്, ഇപ്പൊ ആന്റി ക്ലോക്ക് വൈസ് എന്താണെന്ന് മനസ്സിലാക്കി. ഏറ്റവും ആദ്യം ആൻസർ പറഞ്ഞത് ആദിദേവ് ആണ്. കൺഗ്രാറ്റ്സ് ആദിദേവ്. ഏറ്റവും ആദ്യം ആൻസർ പറഞ്ഞ്, അല്ല, ഷെറിൻ പീറ്റർ അതിന് മുമ്പ് പറഞ്ഞല്ലേ? ഷെറിൻ പീറ്റർ ആണോ ഇപ്രാവശ്യം ഏറ്റവും ആദ്യം പറഞ്ഞത്? സബിത വിജേഷ് 4 പറഞ്ഞിട്ടുണ്ട്. തും ഷഹൂർ, രജി 4 പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കൺഗ്രാറ്റ്സ്. അപ്പോ നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഇതിന്റെ ഉത്തരം മനസ്സിലായ എല്ലാവർക്കും ഇമോജീസ് ഇടാം. ഈ ഉത്തരം പിടികിട്ടിയ എല്ലാവരും ഒന്ന് ഇമോജീസ് ഇട്ടേ. ഇതെല്ലാവർക്കും മനസ്സിലായെങ്കിൽ ഇമോജീസ് ഇട്ടേ. എല്ലാവരും ഒന്ന് ഇമോജീസ് ഇട്ടേ. ഇതുവരെ എല്ലാവർക്കും ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? ഇമോജീസ് ഇടണം, എങ്കിലേ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാൻ പറ്റൂ. ലെറ്റ്സ് ചെക്ക് ആരായിരിക്കും ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഏറ്റവും ആദ്യം ശരിയായ ഉത്തരം പറയുന്നതെന്ന് നമുക്ക് നോക്കണം. ഇതുവരെ എല്ലാവർക്കും ആൻസർ ക്ലിയർ ആണോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒന്നും കൂടെ പറയണോ? ഓക്കെ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ വരികയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മൾ ഇനി റിലേഷൻ ഓഫ് 2 എലമെന്റ്സ് ആണ് നോക്കാൻ പോകുന്നത്. 2 എലമെന്റ്സുകൾ തമ്മിലുള്ള ബന്ധം നോക്കിക്കൊണ്ട് ഒറ്റയാനെ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. ഞാനൊന്ന് വലുതാക്കുകയാണ് ഈ ക്വസ്റ്റ്യൻ. കിട്ടിയോ? ആൻസർ കിട്ടിയോ? എത്ര പേര്? ഓക്കെ, ആൻസർ വന്നു കഴിഞ്ഞു. ഷെറിൻ പീറ്റർ 2 പറയുന്നു, ഇസായി ഹെറ 2 പറയുന്നു. അപ്പൊ ഏറ്റവും ആദ്യം ആൻഡ്രിയ 2 പറഞ്ഞു, ആദിദേവ് 2 പറഞ്ഞു, ലിയോക് 2 പറയുന്നു, ആരോൺ 2 പറയുന്നു. അപ്പൊ നമുക്ക് ആൻസർ ചെക്ക് ചെയ്യാം. ഇടയ്ക്ക് ഒരു 3 വന്നിട്ടുണ്ട്. നമുക്ക് നോക്കണം ആരുടെ ആൻസർ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ആദ്യ ഫിഗർ നമ്മൾ നോക്കിയപ്പോ എന്താണ് കണ്ടത്? ചെറുതാക്കട്ടെ. ആദ്യ ഫിഗർ ഞാൻ നോക്കിയപ്പോ എത്ര സൈഡ് ഉണ്ട് അതിന്? ഏറ്റവും മുകളിലിരിക്കുന്ന ഫിഗർ 1, 2, 3, 4, 5, 6 7 സൈഡോളം ഉണ്ട്. കണ്ടോ? 1, 2, 3, 4, 5, 6 7 സൈഡ് ഉണ്ട്.
ഉള്ളിലത്തെ ഫിഗറിനോ 1 2 3 4. അപ്പൊ മുകളിൽ 7 ഉള്ളിൽ 4 ആദ്യത്തെ ഫിഗർ. ക്ലിയർ അല്ലേ? രണ്ടാമത്തെ ഫിഗർ കണ്ടപ്പോഴേ മനസ്സിലായി പുറത്ത്, അപ്പോ ഔട്ടർ 4, ഇന്നർ ഉള്ളിലിരിക്കുന്ന ത്രികോണം 3. ഇവിടെ നമുക്ക് പുറമെ കണ്ടപ്പോൾ മനസ്സിലായി ഔട്ടർ 5, ഉള്ളിൽ ഇന്നർ 4. ഇവിടെ 1 2 3 4 5 6. അപ്പൊ ഔട്ടർ 6, ഇന്നർ എന്ന് പറയുന്നത് 5. അപ്പൊ ആർക്കാണ് ഡിഫറൻസ്? നിങ്ങൾ നോക്കിയേ, ഇവിടെ ഉള്ളില് 4 പുറത്ത് 3, ഇവിടെ ഉള്ളിൽ 5 പുറത്ത് 4, ഉള്ളിൽ 6 പുറത്ത് 5, ഇവിടെ മാത്രം 7 3 7 4. ഇവിടെയാണ് നമുക്ക് ഇവിടെ ഡിഫറൻസ് വരുന്നത്. ക്ലിയർ ആണ്? ക്ലിയർ അല്ലേ? അപ്പോ ഇവിടെ നമുക്ക് ഡിഫറൻസ് കാണാൻ സാധിക്കുന്നത് ഏതാണ്? കണ്ട? മനസ്സിലാകുന്നുണ്ടോ? എല്ലാവർക്കും പിടികിട്ടുന്നുണ്ടോ? ക്ലിയർ ആണോ? ഇപ്പൊ നമ്മൾ ഈ ഒറ്റയാൻ എന്ന് പറയുന്ന സന്ദർഭത്തിൽ നമ്മൾ പല കാര്യങ്ങള് നോക്കും. ഇപ്പൊ ഈ ഒരു ചോദ്യത്തില് നമ്മൾ നോക്കുമ്പോൾ ഉള്ളിലുള്ള ഫിഗറും പുറത്തുള്ള ഫിഗറും തമ്മിൽ നമ്മൾ കൗണ്ട് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒന്നാമത്തതില് നമുക്കൊരു ഡിഫറൻസ് കാണാൻ പറ്റും അല്ലെ? കൗണ്ട് ചെയ്ത് നോക്കിയപ്പോഴാണ് നമ്മൾ ഈ ഒരു വ്യത്യാസം കണ്ടത്. കൗണ്ട് ചെയ്തപ്പോഴാണ് നമുക്ക് ഇങ്ങനൊരു ഡിഫറൻസ് കണ്ടത്. ഓക്കെ ആണ്? ഓക്കെ ആണോ? എല്ലാവർക്കും മനസ്സിലായോ? നോക്കിയേ, ഈ ഫിഗർ 1 ഒഴിച്ച് ബാക്കി എല്ലാത്തിന്റെയും ഇന്നർ ഡിസൈൻ ജസ്റ്റ് ഒരു നമ്പർ കുറവാണ് അല്ലെ? ഔട്ടർ ഡിസൈനുമായിട്ട് ഫിഗർ 1 പുറത്ത് 7 അകത്ത് 4, 3 എണ്ണത്തിന്റെ ഡിഫറൻസ് ഉണ്ട്. ബാക്കിയെല്ലാം 4 3, പുറത്ത് 5 അകത്ത് 4, പുറത്ത് 6 അകത്ത് 5. ഒരു ഡിഫറൻസേ ഉള്ളൂ, ബാക്കിയെല്ലാം. അപ്പൊ ആൻസർ ഓപ്ഷൻ എ ആണ്. എല്ലാവർക്കും പിടികിട്ടിയോ? എല്ലാവർക്കും പിടികിട്ടിയോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? അടുത്ത ചോദ്യം ഇതാണ്. അടുത്ത ചോദ്യം ഇതാണ്. ഇപ്പൊ കഴിഞ്ഞ ക്വസ്റ്റ്യനില് ആരും തന്നെ ശരിയായ ഉത്തരം പറഞ്ഞിട്ടില്ല കേട്ടോ. അഭിരാമി മാത്രം 1 പറഞ്ഞു, ബാക്കി ആരും ശരി ഉത്തരം പറഞ്ഞില്ല. ആദിദേവ് 1 പറഞ്ഞു, അനീഷ് 1 പറയുന്നു. ഡൗട്ട് ഉള്ളവർ ചോദിക്കണം. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ക്ലിയർ അല്ലേ? ഇപ്പൊ നമ്മൾ ഉള്ളിലെ ഫിഗറും പുറത്തൊരു ഒരു ഫിഗർ ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കണം. എന്തെങ്കിലും തമ്മിൽ ബന്ധമുണ്ടോ? അങ്ങനെ കൗണ്ട് ചെയ്തിട്ട് പറയാം. ക്ലിയർ ആണ്? ഇവിടെ എന്താണ് ആൻസർ? ഇവിടെ നമുക്ക് നോക്കാം. ഉത്തരം പറയുന്നു 2 2. ആൻഡ്രിയ പറയുന്നു 2. ക്ലിയർ ആണ്? മനോജിന് ഏത് ക്വസ്റ്റ്യൻ ആണ് മനസ്സിലാകാഞ്ഞത്? തൊട്ടു മുമ്പിലത്തെ ക്വസ്റ്റ്യൻ ആണോ? തൊട്ടു മുന്നിലത്തെ ക്വസ്റ്റ്യൻ ആണോ മനസ്സിലാകാത്തത്? വീണ്ടും പറഞ്ഞു തരാം. മനോജിന് മനസ്സിലായില്ലേ? മനോജ് ഓടി വരൂ, കമന്റ് ചെയ്യൂ. ഏത് ക്വസ്റ്റ്യൻ ആണ് മനോജിന് മനസ്സിലാകാഞ്ഞത്? ഈ ക്വസ്റ്റ്യന്റെ ഉത്തരം ഒന്ന് പറയാം. ഇത് ഒരു സൈഡ്, 2 സൈഡ്, 3 സൈഡ്. ഇത് ഒരു സൈഡ്, ഇത് 2. എത്ര ലൈൻസ് ഉപയോഗിച്ചു എഴുതാൻ? 1 2 3. ടി എഴുതാൻ 1 2 2 ലൈൻസ് ഉപയോഗിച്ചുള്ളൂ. ഇസഡ് എഴുതാൻ 1 ലൈൻ, 2 ലൈൻ, 3 ലൈൻ. 1 2 3 3 ലൈൻ. എൻ എഴുതാൻ എത്ര ഉപയോഗിച്ചു? 1 ലൈൻ, താഴോട്ടൊരു ലൈൻ, 3 ലൈൻ. അപ്പൊ എൻ എഴുതാൻ 3 ലൈൻ വേണം, ഇസഡ് എഴുതാൻ 3 ലൈൻ വേണം, ഈ ഷേപ്പ് ഉണ്ടാക്കാൻ 3 ലൈൻ വേണം. ടി ഉണ്ടാക്കാൻ വെറും 2 ലൈൻ മതിയായിരുന്നു. അപ്പൊ ഒറ്റയാൻ ആരാണ്? ആൻസർ 2 ആണ്. ആൻസർ 2 ആണ്. ക്ലിയർ ആണ്? അപ്പൊ നമ്മുടെ മനോജിന് 5ാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായില്ല എന്നാണോ പറയുന്നത്? നോക്കിക്കോ, എല്ലാവരും നോക്കിയോ. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും പിടികിട്ടി, സർക്കിൾ ആണ്. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും പിടികിട്ടി. ഇവിടെ നമ്പർ വ്യത്യാസം വരുന്നത് കൊണ്ട് 2ാമത്തെ ഫിഗർ ആണ് ഒറ്റയാൻ. ഇനി ഇത് ആരോന്റെ വ്യത്യാസമാണ്? ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി. അടുത്ത ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും ആയിരുന്നു. അപ്പൊ ഇതിനകത്ത് ഉത്തരം എല്ലാവർക്കും പിടികിട്ടി. ഇനി ഈ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യനിൽ 2 ഫിഗറുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഉള്ളില് ആദ്യത്തെ ഫിഗർ ഞാൻ വരയ്ക്കുകയാണ്. ഞാൻ 2ാമത്തെ ഫിഗർ വരയ്ക്കാം.
ചതുരം വരച്ചു, സ്ക്വയർ വരച്ചു, എത്ര വന്നു? ചതുരത്തിന് 4. ഉള്ളിൽ ട്രയാങ്കിൾ എത്ര ലൈൻസ് ഉപയോഗിച്ചു? 3. അപ്പോ ഔട്ടർ ഭാഗം, പുറത്തെ രൂപം ചതുരത്തിന് 4, ഇന്നർ രൂപം ഉള്ളിലത്തെ ട്രയാങ്കിളിന് 3. ഇനി അടുത്ത ഫിഗർ, മൂന്നാമത്തെ ഫിഗർ ഇങ്ങനെയാണ്. 5 ലൈൻസ് ആണ് ഇവിടെ വന്നത്, പെന്റഗൺ ആണ്. അപ്പൊ ഔട്ടർ ഞാൻ ഉപയോഗിച്ചത് 5 ലൈൻ ആണ്, ഉള്ളിൽ ഒരു സ്ക്വയർ ആണ്, 4 ലൈൻ ആണ് ഇന്നർ ഞാൻ ഉപയോഗിച്ചത്, ഇന്നർ ഫിഗർ. ഇത് 2 ഫിഗേഴ്സ് ആണ് വരുന്നത്. അടുത്തത് ഒരു ഹെക്സഗൺ ആണ്. ഹെക്സഗൺ വരുമ്പോൾ 6 ആണ് ഔട്ടർ, ഉള്ളിലോ 5 ആണ് കൊടുത്തേക്കുന്നത്, പെന്റഗൺ 5. നമ്മളിങ്ങനെ കൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ 5. അപ്പൊ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് 4ന് 3 കുറച്ചാ 1, 5ന് 4 കുറച്ചാ 1, 6ന് 5 കുറച്ചാ 1. ഇവരുടെ ഡിഫറൻസ് വെറും 1 ആണ്. അപ്പൊ എല്ലായിടവും ഡിഫറൻസ് തുല്യമാണ്. എന്നാൽ ഒന്നാമത്തെ ഫിഗറിൽ എത്ര ലൈൻസ് ആണ് പുറത്തെ ലൈൻസ്, ഔട്ടർ ലൈൻസ് 7, അകത്തെ ലൈൻസ്, ഇന്നർ ഈ ഒരു രൂപത്തിന്റെ ലൈൻസ് 4. ഇവർ തമ്മിൽ കുറച്ചപ്പോൾ 3. അതായത് ഇവിടെ എല്ലാം ഡിഫറൻസ് 1 ആണ്, ഇവിടെ മാത്രം 3 ആണ്. അതുകൊണ്ട് ഇതാണ് ഒറ്റയാൻ. ഇപ്പൊ പിടികിട്ടിയോ? ഡൗട്ട് ഉണ്ടോ? എല്ലാവർക്കും പിടികിട്ടിയില്ലേ? ഡൗട്ട് ഇല്ലല്ലോ. ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണം. ഇനി ഇവിടെ നമുക്ക് എടുത്ത ലൈൻസ് ആണ് നമ്മൾ എണ്ണുന്നത്. 1 2 3. ഇവിടെ 2 ലൈൻസ് മതി ടി വരയ്ക്കാൻ, അതുകൊണ്ട് ടി ഒറ്റയാൻ. അടുത്ത ചോദ്യം ഇതാണ്, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണേ. ഹൃതിക മാം, 4th one is formed by 3rd figure. അതായത് ഏതാണ്? ഈ ക്വസ്റ്റ്യൻ ആണോ? നമ്മുടെ സെയിം ക്വസ്റ്റ്യൻ ആണോ ഉദ്ദേശിച്ചത്? ഈ ക്വസ്റ്റ്യൻ അല്ലല്ലോ ഡൗട്ട്, ഈ ക്വസ്റ്റ്യൻ അല്ലേ? 4th one formed by 3rd figure. അത് നമ്മൾ നോക്കണ്ട. അതായത് ഈ ഉള്ളിൽ ഈ 5ാമത്തെ സംഭവം 5 ലൈൻസ് വെച്ചിട്ടുണ്ടാക്കി എന്നുള്ള രീതിയിലാണോ പറയുന്നത്? നമ്മൾ ഇപ്പൊ ഒരു ഗ്രൂപ്പ് തന്നു കഴിഞ്ഞാൽ ഇവര് തമ്മിൽ പല ബന്ധങ്ങളും കാണും. ഏറ്റവും അനുയോജ്യമായി ഇവർ ഒന്നിച്ച് നിൽക്കുന്നത് ഏത്, അതാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ഇപ്പൊ ഇവര് 3 പേര്, ഇപ്പൊ ഞാൻ പറയാം, അതായത് മമ്മൂട്ടി തന്നു, മോഹൻലാൽ തന്നു, സുരേഷ് ഗോപി തന്നു, പിണറായി വിജയൻ തന്നു. നമ്മൾ നോക്കുമ്പോൾ ഇവരെല്ലാം മെന്നാണ്, ഇവരെല്ലാം പുരുഷന്മാരാണ്. ഇവരെല്ലാരും എന്താണ്? നല്ല പ്രായമുള്ള ആളുകളാണ്. അപ്പൊ ഇവരിലൊന്നും നമുക്കൊരു ഡിഫറൻസ് ഇല്ല. അപ്പൊ നമുക്ക് ഇവരെ ഒരു ഒറ്റയാനെ കണ്ടുപിടിച്ചേ പറ്റൂ. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതെങ്കിലും ഒരു ഒറ്റയാൻ, ഒരു ലോജിക്കൽ ആയിട്ടുള്ള ശരിയായിട്ടുള്ള ഒറ്റയാനെ എടുത്ത് വെക്കണ്ടേ? അപ്പൊ നമ്മൾ നോക്കുമ്പോൾ പിണറായി വിജയന്റെ ജോലി ഇദ്ദേഹം രാഷ്ട്രീയമാണ്. ഇവര് 3 പേരും, സുരേഷ് ഗോപി ഇപ്പൊ രാഷ്ട്രീയത്തിലുണ്ട്, അപ്പൊ ഞാൻ വെട്ടുന്നു, ജയറാം എഴുതി. അപ്പോ ഇവര് 3 പേരും എന്താണ്? നടന്മാരാണ്. അപ്പൊ ഇവർക്ക്, അല്ലെങ്കിൽ സുരേഷ് ഗോപി ഇരുന്നാലും നോക്കിക്കോ, ഇവര് നടന്മാരും കൂടെ അല്ലേ? അപ്പൊ ഈ 3 പേരും ഒരു ഗ്രൂപ്പ്. അപ്പൊ കൂടുതൽ ഇവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യാൻ പറ്റുന്ന ലോജിക്കൽ ആയിട്ടുള്ള കാര്യം നമുക്ക് അവിടെ എടുക്കാം. പിടികിട്ടിയോ? ക്ലിയർ ആണ്? അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുകയാണ്. ഇതാണ് നമ്മുടെ ചോദ്യം. ഇതൊന്ന് വലുതാക്കി കാണിക്കാം. ഇപ്പൊ എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടായിരിക്കും ക്വസ്റ്റ്യൻ. വലുതാക്കി നിങ്ങളുടെ മൊബൈലുകളിൽ തന്നെ നിങ്ങൾക്ക് വലുതാക്കാൻ പറ്റും കേട്ടോ. അവരവരുടെ മൊബൈലുകളിൽ തന്നെ നമുക്ക് വലുതാക്കാനുള്ള ഒരു ഓപ്ഷൻ ഒക്കെ ഉണ്ട്. ഞാൻ വലുതാക്കാം എല്ലാ ക്വസ്റ്റ്യനും. ഓക്കെ, ആദ്യത്തെ ഫിഗർ എണ്ണി. എത്ര പ്ലസ് ചിഹ്നം ഉണ്ട്? 1 2 3 പ്ലസ് ചിഹ്നം ഉണ്ട്. എത്ര ഇൻറ്റു ചിഹ്നം ഉണ്ട്? 2. അടുത്തതിനകത്ത് എണ്ണി 1 2 3 പ്ലസ് ചിഹ്നം, 2 ഇൻറ്റു ചിഹ്നം. അടുത്ത എണ്ണി 1 പ്ലസ് ചിഹ്നം, അടുത്ത പ്ലസ് ചിഹ്നം, 3 പ്ലസ് ചിഹ്നം, 2 ഇൻറ്റു ചിഹ്നം. അടുത്തത് എണ്ണി, ഇത് 4th ഓപ്ഷനില് 2 പ്ലസ് ചിഹ്നമേ ഉള്ളു, 3 ഇൻറ്റു ചിഹ്നമാണ്. അതാണ് നമ്മളുടെ ഒറ്റയാൻ. അതായത് ഇവിടെ 1 2 3 പ്ലസ് ചിഹ്നമുണ്ട്, ഇൻറ്റു ചിഹ്നം 2 എണ്ണേ ഉള്ളൂ. 1 2 3 പ്ലസ് ചിഹ്നമുണ്ട്, ഇൻറ്റു ചിഹ്നം 2 എണ്ണം. 1 2 3 3 പ്ലസ് ചിഹ്നം, ഇൻറ്റു ചിഹ്നം 2 എണ്ണം. പക്ഷെ ഇവിടെയോ 2 പ്ലസ് ചിഹ്നേ ഉള്ളൂ. അപ്പൊ ഇയാളാണ് ഒറ്റയാൻ. ഓപ്ഷൻ 4 ആണ് ഒറ്റയാൻ. എത്ര പേർക്ക് ആൻസർ കിട്ടി? ഡൗട്ട് ഉണ്ട്? എല്ലാരും കണ്ടുപിടിച്ചു? ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി?
ക്ലിയർ ആണ്? കൺഗ്രാറ്റ്സ്. ഏറ്റവും ആദ്യം ആൻസർ പറഞ്ഞത് റയാൻ ആണ്. കൺഗ്രാറ്റ്സ് റയാൻ. ക്ലിയർ ആണ്? ഡൗട്ട് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ. ഡൗട്ട് ഉള്ളവർ പറയണേ. ഇത്തിരി മുമ്പ് ഡൗട്ട് ചോദിച്ചായിരുന്നു. കൃതിക പിടി കിട്ടിയോ? കൃതികയ്ക്ക് മനസ്സിലാകുന്നുണ്ടോ? കൃതികയ്ക്ക് മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ അടുത്തതിലേക്ക് പോവുകയാണ്. റിയൽ ഇമേജ് വെച്ചിട്ടുള്ളതാണ് ഇനി നമ്മൾ കാണുന്നത്. 4 ഓപ്ഷൻസ് ഉണ്ട്. 1 2 3 4. ഈ 4 ഓപ്ഷൻസിൽ നിങ്ങളുടെ ആൻസർ എന്താണ് എന്ന് കമന്റ് ചെയ്യുക. 4 ഓപ്ഷൻസ് കാണാം. എന്താണ് നിങ്ങളുടെ ആൻസർ? ഞാനൊന്ന് വലുതാക്കണോ? ഈ ഫിഗർ വലുതാക്കേണ്ട കാര്യമില്ല അല്ലെ? എങ്കിലും ഞാൻ വലുതാക്കിയേക്കാം എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മളുടെ ഫിഗർ. സൈക്കിളിന്റെ നേരെ ഓപ്ഷൻ 4 എന്നാണേ. ഓക്കെ, എല്ലാവരും ആൻസർ പറഞ്ഞു. മനസ്സിലായി. റീന കമന്റ് ചെയ്തു. ഇതുവരെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ മനസ്സിലാകാത്തവരുണ്ടോ? ഇതുവരെ എല്ലാ ചോദ്യങ്ങളും മനസ്സിലായ എല്ലാവരും ഒന്ന് ഇമോജീസ് ഇട്ടേ. ഇതുവരെ പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻസും പിടികിട്ടി എന്നുള്ളവർ ഇമോജീസ് ഇടുക. നമ്മളുടെ ഇവിടെ ആൻസർ ഇവിടെ വന്നിട്ടുണ്ടല്ലേ. നോക്കിക്കോ, ഇതായിരുന്നു ക്വസ്റ്റ്യൻ. അതായത് ഇതൊരു സ്റ്റേഷനറി ആണ്, ഇതൊരു സ്റ്റേഷനറി ആണ്, ഇതൊരു സ്റ്റേഷനറി ആണ്, ഇതൊരു വെഹിക്കിൾ ആണ്. അപ്പോൾ ബാക്കി 3ഉം ഒരു ഗ്രൂപ്പിൽ നമുക്ക് വെക്കാം. സ്റ്റേഷനറി ആണ്. ഇത് 3ഉം സ്റ്റേഷനറി ആണ്. പിടികിട്ടിയോ? അപ്പോ വേറൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഇതാണ് ഓപ്ഷൻ വരുന്നത്. പയറ്. അടുത്തത് വെണ്ട. ഇനി അടുത്ത ഓപ്ഷൻ വഴുതനങ്ങ. 4ാമത്തെ ഓപ്ഷൻ തണ്ണിമത്തങ്ങ. എന്താണ് നിങ്ങളുടെ ആൻസർ? ഓക്കെ, ഇതുവരെ എല്ലാവർക്കും മനസ്സിലായി. കൺഗ്രാറ്റ്സ് സാൽവിയ. കൺഗ്രാറ്റ്സ് സാൽവിയ. ഇപ്രാവശ്യം സാൽവിയാണ് ഏറ്റവും ആദ്യം പറഞ്ഞത്. കൺഗ്രാറ്റ്സ്. അപ്പോ പയറ്, വെണ്ട, വഴുതനങ്ങ ഇത് വെജിറ്റബിൾ ആണ്. തണ്ണിമത്തങ്ങ ഫ്രൂട്ട് ആണ്. അപ്പൊ നമ്മുടെ ഒറ്റയാൻ തണ്ണിമത്തങ്ങയാണ്. ഇത് ഒറ്റയാനാണ്. ക്ലിയർ ആണോ? എല്ലാവർക്കും പിടികിട്ടിയോ? ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഇല്ലല്ലോ. അടുത്തത് പൊട്ടറ്റോ, കിഴങ്ങ്. ഇനി ആപ്പിൾ. അടുത്തത് ഗ്രേപ്പ്. നെക്സ്റ്റ് വൺ മോസ്കിറ്റോ. ഇപ്പൊ ഒറ്റയാൻ ആരാണ്? പൊട്ടറ്റോ കിഴങ്ങാണ്, അതൊരു പച്ചക്കറിയാണ്. ആപ്പിൾ ഒരു പഴവർഗ്ഗമാണ്, ഫ്രൂട്ടാണ്. ഗ്രേപ്പ് മുന്തിരിങ്ങ ഒരു ഫ്രൂട്ടാണ്. അപ്പോ മോസ്കിറ്റോ പക്ഷെ ഒരു ജീവിയാണ്. അപ്പൊ ഇത് ഇത്രയും കഴിക്കുന്ന എന്തോ ആണ്, ഇത് മാത്രം ഒരു ജീവിയാണ് അല്ലെ? അപ്പൊ അതുകൊണ്ട് നമ്മൾ മോസ്കിറ്റോ ആൻസർ പറഞ്ഞു. അപ്പൊ എങ്ങനെയെങ്കിലും നമുക്ക് 3 എണ്ണത്തിന് ഒരു ഗ്രൂപ്പ് ആക്കാൻ പറ്റുന്നുണ്ടോ? എങ്കിൽ അത് നമുക്ക് എന്ത് പറയാം? അവര് ഒരു ഗ്രൂപ്പാണ്. മറ്റേ ആളുകളെല്ലാം എന്താണ്? ഒറ്റയാനാണ് എന്ന് പറയാം. ക്ലിയർ ആണോ? എല്ലാവർക്കും പിടികിട്ടിയോ? ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഇതാണ് നമ്മുടെ ചോദ്യം. ഫൈൻഡ് ദി ഓഡ് മാൻ ഔട്ട്. ക്യാറ്റ്, ഡോഗ്, ടൈഗർ, എലിഫന്റ്. മോസ്കിറ്റോയുടെ താണ്ട ഫിഗർ ഒക്കെ വന്നു. എലിസബത്ത്. ആൻസർ വളരെ ഫാസ്റ്റ് ആയി പറയട്ടെ. അതാണ്ട് ആൻസർ വന്നു. ക്യാറ്റ്, ഡോഗ്, ടൈഗർ, എലിഫന്റ്. ക്യാറ്റ്, ഡോഗ്, ടൈഗർ, എലിഫന്റ്. ഇത് നമുക്ക് കോമൺ ആയിട്ട് എന്താണ് വരുന്നത് എന്നുള്ള രീതിയിലാണ് പറയേണ്ടത്. അപ്പോ ക്യാറ്റ് ഒരു ഡൊമസ്റ്റിക് അനിമൽ ആണ്. ഡോഗ് എന്താണ്? ഒരു ഡൊമസ്റ്റിക് ആണ്. ടൈഗർ ഒരു വൈൽഡ് ജീവിയാണ്. എലിഫന്റിന് നമുക്ക് വീട്ടിലൊക്കെ കാണാൻ പറ്റുന്ന ഒരു ജീവിയാണ് അല്ലെ? എല്ലാവർക്കും 4 കാലാണുള്ളത്. എല്ലാരും മിശ്ര ബുക്കാണ്. ക്യാറ്റ്, ഡോഗ്, ടൈഗർ, എന്താണ്? ടൈഗർ എന്ന് പറയുമ്പോ ഏത് ബുക്കായിട്ട് വരും? കാർണിവോറസ് ആണ് അല്ലെ? മാംസം തിന്നുന്നതാണ്. എലിഫന്റ് എന്ന് പറയുമ്പോ എന്താണ്? വെജിറ്റബിൾസ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ ഹെർബിവോസ് ആണ്. ഓക്കെ, അപ്പൊ പലരും എനിക്ക് തോന്നുന്നു ഹെർബിവോസ് എന്നുള്ള രീതിയിലായിരിക്കണം എടുത്തത്. എലിഫന്റ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ ഒറ്റയാനില് നമുക്ക് ചിലപ്പോൾ മറ്റൊരെണ്ണം ആൻസറായി ഫീൽ ചെയ്യും. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഇതിനകത്ത് കൂടുതലും നമുക്ക് ടൈഗർ വന്നു കഴിഞ്ഞാൽ പിന്നെ പുറത്ത് കാണാം. നമുക്ക് ഇവിടെ നാട്ടിൽ കാണാനേ പറ്റാത്തൊരു സാധനമല്ലേ ടൈഗർ? ഒരു വൈൽഡ് അനിമൽ അല്ലേ? അപ്പൊ നമ്മൾ എന്തിലേക്ക് പോകണം? ടൈഗറിലേക്ക് പോവുക.
ക്ലിയർ ആണ്? എല്ലാവർക്കും പിടികിട്ടിയോ? ഓക്കെ ആണ്. ഇനി അടുത്തത് ഹെർബിവോഴ്സ് വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് എലിഫന്റിനെ ശരിയെന്ന് പറയാം. ഇവര് ഭക്ഷണം കഴിക്കുന്നത് ക്യാറ്റ്, മിശ്ര ബുക്ക് അല്ലെങ്കിൽ കാർണിവോഴ്സ് ആണ്. ഒംനിവോഴ്സ് ആണ് നമ്മള് സസ്യങ്ങളെ തിന്നും, പിന്നെ ആരെയും തിന്നും, മാംസം ഫ്ലഷും തിന്നും. ഡോഗിനെ നമുക്ക് എന്ത് പറയാം? കാർണിവോഴ്സ് ആന്ന് പറയാം. ടൈഗർ വൈൽഡ് അനിമൽ ആണ്, കാർണിവോർ ആന്ന് പറയാം. പക്ഷെ എലിഫന്റ് ഒരു ഹെർബിവോർ ആണ്. ഇനി അടുത്ത ചോദ്യം ഇതാണ്. ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 4, ഓപ്ഷൻ സി 6, ഓപ്ഷൻ ഡി 7. ഏതാണ് ആൻസർ? ബിഗ്ഗസ്റ്റ് അനിമൽ ആണോ? അങ്ങനെ വരത്തില്ല. അപ്പൊ എലിഫന്റ് ബിഗ്ഗസ്റ്റ് അനിമൽ ആണ്. അപ്പൊ നമുക്ക് പറയുന്നൂടെ ടൈഗർ എന്താണ്? ചീറ്റ ഒക്കെ ഇതിന്റെ വർഗമാണ്, ഏറ്റവും ഫാസ്റ്റസ്റ്റ് അനിമൽ ആണ്. അപ്പൊ അങ്ങനെ ഒരു വിശേഷണം വെച്ചിട്ട് പറയാൻ പറ്റത്തില്ല. ഓരോ ജീവികൾക്ക് അതിൻ്റെതായ പ്രത്യേകത കാണും. ഇവരെ ഒരുമിച്ചൊരു ഗ്രൂപ്പ് ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. 3 പേരെ ഒന്നിച്ചൊരു ഗ്രൂപ്പ് ആക്കാൻ പറ്റുന്നുണ്ടോ? ഇവിടെ 2, 4, 6 ഇവരെല്ലാം ഈവൻ നമ്പേഴ്സ് ആണ്. ഈവൻ അല്ലേ? 7 ഒരു ഓഡ് നമ്പർ ആണ്. അപ്പോൾ 2, 4, 6, 8, 10, 12 ഇങ്ങനെ പോകുന്നു ഈവൻ നമ്പേഴ്സ്. 1, 3, 5, 7, 9 ഇങ്ങനെ പോകുന്നു ഓഡ് നമ്പർ. അപ്പൊ ഓഡ് നമ്പറിൽ ഉള്ളതാണ് 7. അപ്പൊ ആൻസർ ഏറ്റവും ആദ്യം പറഞ്ഞത് ആരാണ്? കൺഗ്രാറ്റ്സ്. എല്ലാവരും വളരെ ഫാസ്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞു. എന്നിട്ട് ആനയുടെ പടമൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പൊ റയാൻ ആണ് ഏറ്റവും ആദ്യം ആൻസർ പറഞ്ഞത്. കൺഗ്രാറ്റ്സ് റയാൻ, കൺഗ്രാറ്റ്സ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ അടുത്ത ഓപ്ഷൻ. സ്ക്വയർ, റെക്ടാംഗിൾ, സർക്കിൾ, ട്രയാംഗിൾ. ആൻസർ അറിയാലോ. എന്താണ് ആൻസർ? സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 ഷേപ്പ്, റെക്ടാംഗിൾ എന്ന് പറയുമ്പോൾ 4 ലൈൻസ്, ട്രയാംഗിൾ 3 ലൈൻസ്, സർക്കിൾ ലൈൻസ് ഉപയോഗിച്ചില്ല, അതുകൊണ്ട് സർക്കിൾ ആണ് നമ്മളുടെ ഉത്തരം. ലൈൻസ് ഉപയോഗിക്കാത്തത് കൊണ്ട് നമുക്ക് ആൻസർ സർക്കിൾ എന്നെടുക്കാം. ക്ലിയർ ആണ്? നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. ഓക്കെ ആണ്? എല്ലാവർക്കും മനസ്സിലായോ? ആൻസർ ഓപ്ഷൻ സി സർക്കിൾ ആണ്. സ്ക്വയറിന് 4 ലൈൻസ് ഉപയോഗിച്ചു, റെക്ടാംഗിൾ 4 ലൈൻസ് ഉപയോഗിച്ചു, ട്രയാംഗിൾ 3 ലൈൻസ്, സർക്കിളിന് ലൈൻസ് ഉപയോഗിച്ചില്ല, അതുകൊണ്ട് ആൻസർ സർക്കിൾ ആണ്. അടുത്ത ചോദ്യം ആപ്പിൾ, മാംഗോ, ബനാന, ക്യാരറ്റ്. ആപ്പിൾ, മാംഗോ, ബനാന, ക്യാരറ്റ്. ക്ലിയർ ആകാത്ത ആരെങ്കിലും ഉണ്ടോ? ഹന്ന മനസ്സിലായി? നോട്ട് ക്ലിയർ പോലെ ഞാൻ കണ്ടു. ജിഷിൻ ഏത് ക്വസ്റ്റ്യൻ ആണ് മനസ്സിലാകാത്തത്? ഒന്ന് കമന്റ് ചെയ്യണേ. ജിഷിന് ഏത് ക്വസ്റ്റ്യൻ ആണ് മനസ്സിലാകാത്തത് എന്ന് കമന്റ് ചെയ്യണം. ഇവിടെ നോക്കുമ്പോൾ ആപ്പിൾ ഒരു ഫ്രൂട്ട് ആണ്, മാംഗോ ഒരു ഫ്രൂട്ട് ആണ്, ബനാന ഒരു ഫ്രൂട്ട് ആണ്, ഇനി ക്യാരറ്റ് ഒരു വെജിറ്റബിൾ ആണ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ക്യാരറ്റ്. ക്ലിയർ ആണ്? എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ ആണ്. ഇനി ജിഷിന് ഏതോ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായില്ല. അപ്പോൾ ജിഷിന് ഏത് ക്വസ്റ്റ്യൻ ആണെന്ന് വെച്ചാൽ നമ്പർ ഇടണം. ഇത് നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് അസ്യൂം ചെയ്യുന്നു, ഇത് 2 എന്ന് അസ്യൂം ചെയ്യുന്നു, ഇത് 3 എന്ന് അസ്യൂം ചെയ്യുന്നു. ആ നമ്പർ ഇട്ടാൽ മതി. അതൊന്നും കൂടെ വന്ന് പറഞ്ഞു തരാം. 4, ഇത് 5, ഈ 5, 4, 3, 2, 1 ഇതിലേത് ക്വസ്റ്റ്യൻ ആണ് ജിഷിന് മനസ്സിലാകാത്ത നമ്പർ ഇടുക. ആ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 10, 15, 20, 25 ഇതിനകത്തെ ഓടുമാൻ ആരാണ്? ഫൈൻഡ് ഔട്ട് ദി ഓടുമാൻ. ജിഷിൻ വരുന്ന ആൻസർ പറയണേ ഏതാണ് മനസ്സിലാകാത്തതെന്ന്. ജിഷിന് ഏതാണ് മനസ്സിലാകാത്തതെന്ന് നമ്പർ ഇടാമെങ്കിൽ ഞാൻ ജിഷിന് ആൻസേഴ്സ് പറഞ്ഞു തരാം. ഡൗട്ട് ഉള്ളത് പറയണേ. ഓക്കെ. അപ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ട് ആൻസർ വന്നു. 10 എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഈവൻ നമ്പർ, ഓഡ് നമ്പർ നോക്കുമ്പോൾ ഈവൻ നമ്പർ 10, 20 ഈവൻ നമ്പർ ആണ്, 15, 25 ഓഡ് നമ്പർ ആണ്. അപ്പൊ അത് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ഇനി ഇത് 5ന്റെ മൾട്ടിപ്പിൾ, എല്ലാം 5ന്റെ മൾട്ടിപ്പിൾ ആണ്. 10ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കുമ്പോൾ 10, 20 മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടുത്തെ ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചാൽ 25 ഒരു സ്ക്വയർ നമ്പർ ആണ്, ഒരു വർഗസംഖ്യയാണ്. 5ന്റെ സ്ക്വയർ ആണ് 25, വേറെ ഒന്നും സ്ക്വയേഴ്സ് അല്ല. അപ്പൊ ഇയാള് ഒറ്റയാനാണ്. ഇതെല്ലാം ഈ ഗ്രൂപ്പിനെ നമുക്ക്
സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇത് മാത്രം എന്താണ്, ഒരു ഒറ്റയ്ക്ക് നിൽക്കുന്നു, ഓടുമാനാണ്, ഇയാൾ മാത്രം ഒരു സ്ക്വയർ ആണ്, ബാക്കിയെല്ലാം സാധാ നമ്പേഴ്സ് ആണ്, സ്ക്വയർ അല്ലാത്തവരാണ് ഇവര്. ക്ലിയർ ആണ്? പിടികിട്ടിയോ? ഓക്കെ ആണ്. ജിഷിന്റെ കമന്റ് വന്നില്ലല്ലോ. ക്ലിയർ ആണോ? ഇതുവരെ എല്ലാവർക്കും മനസ്സിലായോ? എല്ലാവർക്കും പിടികിട്ടിയോ? അപ്പൊ സ്ക്വയേഴ്സ് എല്ലാരും പഠിച്ചു വെക്കണം. 1 സ്ക്വയർ 1 ആണ്, 2 സ്ക്വയർ 4 ആണ്, 3 സ്ക്വയർ 9 ആണ്, 4 സ്ക്വയർ 16 ആണ്, 5 സ്ക്വയർ 25 ആണ്, 6 സ്ക്വയർ 36, 7 സ്ക്വയർ 49, 8 സ്ക്വയർ 64, 9 സ്ക്വയർ 81, 10 സ്ക്വയർ 100. ഇത്രയും പഠിച്ചു വെക്കണേ. 8 into 8 അതാണ് 64, 7 into 7 അതാണ് 49. സ്ക്വയർ എന്ന് വെച്ചാൽ അതേ നമ്പർ ഗുണിക്കുന്നു. റെഡ്, ബ്ലൂ, ഗ്രീൻ, യെല്ലോ. അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. റെഡ്, ബ്ലൂ, ഗ്രീൻ, യെല്ലോ. ഇതുവരെ പറഞ്ഞ എല്ലാവർക്കും മനസ്സിലായോ? എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണേ. എല്ലാരും കമന്റ് ചെയ്യണം ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ എല്ലാരും ശ്രദ്ധിച്ചേ. മാം ഒരു കോഡ് പറയാൻ പോവുകയാണ്. ശ്രദ്ധിക്കണേ, എല്ലാരും ശ്രദ്ധിക്കുവാണോ? ഇത് ചുമ്മാതുള്ളൊരു കോഡാ, ഒരു കഥയാ കേട്ടോ. നമ്മുടെ ഗാന്ധിജി മഹാനായ വ്യക്തിയാണ്. ഞാൻ ചുമ്മാതെ നിങ്ങൾക്ക് പിടികിട്ടാൻ വേണ്ടി ഒരു കോഡ് പറയുകയാണ്. ഗാന്ധിജി ഒരാളെ കല്യാണം കഴിച്ചിട്ടുള്ളൂ, കസ്തൂർബ ഗാന്ധിജി. കേട്ടോ? എല്ലാവർക്കും പിടികിട്ടിയോ? ക്ലിയർ ആണോ? ഞാൻ എന്താ എഴുതിയേക്കുന്നത് എല്ലാരും ഒന്ന് വായിച്ചേ. ഗാന്ധിജിയുടെ രണ്ടാം ഭാര്യ യമുനയിൽ മുങ്ങിച്ചത്തു. ഇത് വെറും കോഡാണ്. ഗാന്ധിജി ഒരാളെ കല്യാണം കഴിച്ചിട്ടുള്ളൂ. ഇത് ചുമ്മാതെ മാം എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടി പറയുക കേട്ടോ. ഗാന്ധിജി ജി, രണ്ടാം ഭാര്യ ആർ, ഭാര്യ ബി. ഇപ്പൊ പിടികിട്ടിയോ? ഗാന്ധിജിയുടെ ജി, രണ്ടാം ആറ്, ഭാര്യ ബി. ജി ആർ ബി. ഇത്രയും പിടികിട്ടിയോ? ഗാന്ധിജിയുടെ രണ്ടാം ഭാര്യ. അപ്പൊ ജി എടുത്തു, ആർ എടുത്തു, ബി എടുത്തു. ഇത്രയും മനസ്സിലായോ? ഗാന്ധിജിയുടെ രണ്ടാം ഭാര്യ, ഗാന്ധിജി രണ്ടാം ഭാര്യ, ജി ആർ ബി. ഇത്ര എല്ലാവർക്കും പിടികിട്ടിയോ? ഗാന്ധിജിയുടെ രണ്ടാം ഭാര്യ ജി ആർ ബി എന്ന് പിടികിട്ടിയോ? എല്ലാവർക്കും മനസ്സിലായോ? ജി ആർ ബി, ഗാന്ധിജിയുടെ രണ്ടാം ഭാര്യ. ഇനി ഇടയ്ക്ക് എന്തെഴുതി? യമുനയിൽ മുങ്ങിച്ചത്തു. യമുന വയ്യ്, മുങ്ങി എം, ചത്തു സി. യമുനയിൽ മുങ്ങിച്ചത്തു. അപ്പൊ ഗാന്ധിജിയുടെ രണ്ടാം ഭാര്യ യമുനയിൽ മുങ്ങിച്ചത്തു. എല്ലാവർക്കും കിട്ടിയോ? ഗാന്ധിജിയുടെ രണ്ടാം ഭാര്യ യമുനയിൽ മുങ്ങിച്ചത്തു. ഇത്രയും കിട്ടിയോ? ഡൗട്ട് ഉണ്ടോ? ഗാന്ധിജി രണ്ടാം ഭാര്യ യമുനയിൽ മുങ്ങിച്ചത്തു. ജി ആർ ബി എഴുതി, യമുനയിൽ മുങ്ങിച്ചത്തു YMC എഴുതി. ഇനി നമ്മുടെ പ്രാഥമിക കളറുകൾ ഏതൊക്കെയാണ്? ഈ ആദ്യം എഴുതിയ ഗാന്ധിജിയുടെ രണ്ടാം ഭാര്യയാണ് പ്രാഥമിക കളറുകൾ. ഗ്രീൻ, റെഡ്, ബ്ലൂ. ഇതാണ് നമ്മളുടെ പ്രാഥമിക കളറുകൾ അല്ലെങ്കിൽ പ്രൈമറി കളേഴ്സ്. ഇനി നമുക്ക് ദ്വിതീയ കളേഴ്സ് ഉണ്ട്, സെക്കൻഡറി കളറുകളാണ്. ദ്വിതീയ വർണ്ണങ്ങൾ എന്ന് പറയും, സെക്കൻഡറി കളേഴ്സ്. രണ്ടാമത് എഴുതിയ യമുനയിൽ മുങ്ങിച്ചത്തു, അതായത് യെല്ലോ മഞ്ഞ കളറ്, മജന്ത കളറ്, സി എന്ന് വെച്ചാൽ സിയാൻ എന്നാണ്, സിയാൻ കളർ. അപ്പോ ഗ്രീൻ, റെഡ്, ബ്ലൂ ആണ് പ്രാഥമിക കളർ, പ്രൈമറി കളേഴ്സ് ആണ്. ദ്വിതീയ വർണ്ണങ്ങൾ എന്ന് പറയുന്നത് യെല്ലോ, മജന്ത, സിയാൻ ആണ്. ഈ ഗ്രീനിന്റെ കൂടെ റെഡ് ചേരുമ്പോഴാണ് നമുക്ക് യെല്ലോ കിട്ടുന്നത് കേട്ടോ. ഇതൊക്കെ നിങ്ങൾ വലിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടോ? ഗ്രീൻ പ്ലസ് റെഡ് ആണ് യെല്ലോ, റെഡും ബ്ലൂവും ചേരുമ്പോഴാണ് മജന്ത, ബ്ലൂവും ഗ്രീനും ചേരുമ്പോഴാണ് സിയാൻ. ഈ ഒരു കോഡ് അറിയാമെങ്കിൽ സിമ്പിൾ ആയിട്ട് ഇതെല്ലാം എഴുതാം. ഇതെല്ലാം കൂടെ പ്രാഥമിക വർണ്ണങ്ങളെല്ലാം കൂടെ ചേരുമ്പോൾ വെള്ള കളറും കിട്ടും. പഠിച്ചിട്ടുണ്ടോ? ഇത് എല്ലാരും പഠിച്ചിട്ടുണ്ടോ? ക്ലിയർ ആണ്? അപ്പൊ നമ്മൾ ഉത്തരത്തിലേക്ക് വരുന്നു. ഇവിടെ ഓടുമാൻ, ഇത് റെഡ് പ്രാഥമിക വർണ്ണം, ബ്ലൂ പ്രാഥമിക വർണ്ണം, ഗ്രീൻ പ്രാഥമിക വർണ്ണം, യെല്ലോ ആണ് കൂട്ടത്തിൽ ഒറ്റയാൻ. ഇയാൾ ദ്വിതീയ വർണ്ണമാണ് അല്ലെങ്കിൽ സെക്കൻഡറി കളർ ആണ്.
അപ്പൊ ഉത്തരം മനസ്സിലായോ? എല്ലാവർക്കും പിടികിട്ടി. ഇത് ഫിസിക്സ് ആണ്, ഫിസിക്സുമായി കണക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒറ്റയാൻ നമ്മൾ മെന്റൽ എബിലിറ്റി ആണ്, മാത്സ് ആണെങ്കിലും ഫിസിക്സ്, കെമിസ്ട്രി, ജോഗ്രഫി ഇതെല്ലാം മിക്സ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരും. ഇപ്പം തലസ്ഥാനങ്ങൾ, നമ്മുടെ സംസ്ഥാനങ്ങളുടെ തലസ്ഥാനങ്ങൾ വെച്ച് ചോദിക്കും, ഏതിലൊക്കെ പാറകൾ വെച്ച് ചോദിക്കും, അങ്ങനെ പല മിക്സിംഗ് ക്വസ്റ്റ്യൻ വരും. ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ആണ് ഫിസിക്സുമായി കണക്ട് ചെയ്ത കളേഴ്സിന്റെ ക്വസ്റ്റ്യൻ. ക്ലിയർ ആണോ? അത് കണ്ടുപിടിക്കാനുള്ള ഒരു കോഡാണ് ഞാൻ ആദ്യം പറഞ്ഞു തന്നത്. ഗാന്ധിജിയുടെ രണ്ടാം ഭാര്യ യമുനയിൽ മുങ്ങിച്ചത്തു. ഗാന്ധിജി ജി, രണ്ടാം ഭാര്യ ആർ, ബി ഭാര്യയുടെ ബി. അപ്പോൾ ജിയും ആറും ബിയുമാണ് പ്രാഥമിക നിറങ്ങൾ അല്ലെങ്കിൽ പ്രൈമറി കളേഴ്സ്, ഗ്രീന്, റെഡ്, ബ്ലൂ. ഇനി സെക്കൻഡറി കളേഴ്സ് എന്ന് വെച്ചാൽ നിങ്ങൾ പെയിന്റ് ഒക്കെ ചെയ്യുമ്പോൾ 2 കളേഴ്സ് കൂട്ടി യോജിപ്പിക്കുക. ഗ്രീനും റെഡും കൂടെ ചേർക്കാമെങ്കിൽ നിങ്ങൾക്ക് യെല്ലോ കിട്ടും. റെഡും ബ്ലൂവും കൂടെ നിങ്ങൾ മിക്സ് ചെയ്യാമെങ്കിൽ മജന്ത കിട്ടും. ബ്ലൂ കളറും ഗ്രീൻ കളറും കൂടെ മിക്സ് ചെയ്യാമെങ്കിൽ സിയാൻ കിട്ടും. അപ്പൊ ഈ പ്രാഥമിക കളറിൽ നിന്ന് നമുക്ക് എന്തുണ്ടാക്കിയെടുക്കാം? സെക്കൻഡറി കളേഴ്സ് ഉണ്ടാക്കിയെടുക്കാം. അതിന്റെ പേരാണ് യെല്ലോ, മജന്ത, സിയാൻ. യെല്ലോ ഉണ്ട്, മജന്ത ഉണ്ട്, സിയാൻ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരും. കുറെ കളേഴ്സ് ആണ് നമ്മൾ നോക്കുമ്പോൾ, കുറെ കളേഴ്സ്. പക്ഷെ ഇതിനകത്ത് കുറച്ചു പേര് പ്രാഥമിക കളേഴ്സ് ആണ്, കുറച്ചു പേര് ദ്വിതീയ കളേഴ്സ് ആണ്. ഇപ്പൊ പിടികിട്ടിയോ? മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ മാം പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ഒന്ന് പിടികിട്ടിയോ? പ്രാഥമിക നിറങ്ങളുണ്ട്, ദ്വിതീയ നിറങ്ങളുണ്ട്, 2 തരത്തിലുള്ള നിറങ്ങളുണ്ട്. അപ്പൊ പ്രാഥമിക നിറങ്ങൾ ഏതൊക്കെയാണ്? റെഡ്, ബ്ലൂ, ഗ്രീന്. ദ്വിതീയ നിറങ്ങൾ ഏതൊക്കെയാണ്? യെല്ലോ, സിയാന്, മജന്ത. അത് തെറ്റാണ്. റെഡ്, ബ്ലൂ, യെല്ലോ എന്ന് പറയുന്നത് തെറ്റാണ്. അത് പ്രാഥമിക നിറമല്ല. റെഡും ബ്ലൂവും ഗ്രീനുമാണ് പ്രാഥമിക നിറം. ഇനി പഠിച്ചതിൽ മാറിപ്പോയതാണ്. പഠിച്ചത് ശരി, അതായത് റെഡും ഗ്രീനും കൂടെ ചേരുമ്പോൾ യെല്ലോ കിട്ടും എന്നായിരിക്കും പഠിച്ചത്. റെഡിന്റെ കൂടെ ഗ്രീൻ ചേർത്താൽ യെല്ലോ കിട്ടും. ഈ 2 പ്രാഥമിക നിറങ്ങൾ ചേർക്കുമ്പോൾ സെക്കൻഡറി നിറം കിട്ടും എന്നായിരിക്കും പഠിച്ചത്. ഓർക്കുന്നതിന്റെ മിസ്റ്റേക്ക് ആണ്, ഓർത്തപ്പം മാറുന്നതാണ്. ക്ലിയർ ആണോ? ഓക്കെ. നീതു എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8ാം ക്ലാസ്സിലാണോ നീതു പഠിക്കുന്നത്? ഇത്രയും പിടികിട്ടിയോ? എല്ലാവർക്കും മനസ്സിലായോ? അടുത്ത ചോദ്യം ഇതാണ്. 10, 13, 17, 22. 10, 13, 17, 22. ഹൃതിക. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 22 എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ 13 കൂടെ വന്നല്ലേ ഓപ്ഷനിൽ. ഇത് 15 ആക്കണം. 50. ഓക്കെ. അതായത് 10 എന്ന് പറയുമ്പോൾ 1, 2, 5, 10. ഇതിന്റെ ഫാക്ടേഴ്സ് ആണ് 2ഉം 5ഉം. ഓക്കെ. 15ന്റെ ഫാക്ടേഴ്സ് ആണ് 3 ഉണ്ട്, 5 ഉണ്ട്, 15 അല്ലെ. 5ഉം 3ഉം കൂടെ ഗുണിച്ചാൽ 15 കിട്ടും. പക്ഷെ 17 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ ആണ്. 17 എന്താണ്? പ്രൈം നമ്പർ ആണ്. ആകെ 17 കിട്ടണമെങ്കിൽ 1ഉം 17ഉം മാത്രം കൊണ്ട് ഗുണിച്ചാലേ കിട്ടൂ. വേറെ ആളുകളില്ല. 22-നാണെങ്കിൽ 1, 22 കൂടാണ്ട് 11 ഉണ്ട്, 2 ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ പ്രൈം നമ്പേഴ്സ് പഠിക്കണം. പ്രൈം നമ്പേഴ്സ് 1ഉം 2ഉം പ്രൈം നമ്പേഴ്സ്, അതായത് 2 പ്രൈം നമ്പർ ആണ്. 3 പ്രൈം നമ്പർ ആണ്. 5 പ്രൈം നമ്പർ ആണ്. 7 പ്രൈം നമ്പർ ആണ്. 11 പ്രൈം നമ്പർ ആണ്. 13 പ്രൈം നമ്പർ ആണ്. ഇവർക്ക് ഈ ആളും 2ഉം 1ഉം എല്ലാവർക്കും 1 ഉണ്ട് ഫാക്ടർ. പിന്നെ അതാത് നമ്പേഴ്സ് ഉണ്ട് ഫാക്ടേഴ്സ് ആയിട്ട്. ഇപ്പൊ 4 മാം എഴുതിയില്ല. ഈ 2, 3 കഴിഞ്ഞാൽ 4 എഴുതിയില്ല. കാര്യം എന്താ? 4 പ്രൈം നമ്പർ അല്ല. 2 കൊണ്ട് ഗുണിച്ചാൽ 4 കിട്ടും. 6 എഴുതിയില്ല. കാര്യം 6 പ്രൈം നമ്പർ അല്ല. 6നെ 2 കൊണ്ടും 3 കൊണ്ടും ഒക്കെ ഗുണിച്ചാൽ പ്രൈം നമ്പർ കിട്ടും. അപ്പൊ വേറെ ഏതെങ്കിലും നമ്പർ കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് അതിനെ എഴുതാൻ പറ്റില്ല. ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായോ? അപ്പൊ പ്രൈം നമ്പർ എന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വന്നത്. അപ്പൊ പ്രൈം നമ്പർ എന്താണെന്ന് ചോദിച്ചാൽ ഒരു സംഖ്യ, ആ സംഖ്യക്ക് അതേ നമ്പരും 1ഉം മാത്രമാണ് ഫാക്ടർ, ഘടകം എങ്കിൽ പ്രൈം നമ്പർ എന്ന് വിളിക്കാം. 3 അതേ 3ഉം 1ഉം മാത്രം ഘടകം, 5ഉം 1ഉം മാത്രം. ഇതാണ് പ്രൈം നമ്പർ. അടുത്ത ക്വസ്റ്റ്യൻ ഡോഗ്, ക്യാറ്റ്, ടൈഗർ, കൗ. നമ്മൾ ഇത്തിരി മുമ്പ് കണ്ടില്ലേ? ടൈഗർ ആണ് വൈൽഡ് അനിമൽ. ടൈഗർ ആണ് വൈൽഡ് അനിമൽ. ഇനി ഇതാണ് ചോദ്യം. മാർച്ച്, ഏപ്രിൽ, ജൂൺ, സെപ്റ്റംബർ. മാർച്ച്, ഏപ്രിൽ, ജൂൺ, സെപ്റ്റംബർ. ഏത് ക്വസ്റ്റ്യൻ ആണ് കൺഫ്യൂഷൻ? കളേഴ്സിന്റെ ക്വസ്റ്റ്യൻ ആണോ കൺഫ്യൂഷൻ? ഹായ് അനീഷ്,
കളേഴ്സിന്റെ ക്വസ്റ്റ്യൻ ആണോ കൺഫ്യൂഷൻ? ഓക്കെ, നമുക്ക് കളേഴ്സിന്റെ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ പറയാം. ജനുവരി 31 ദിവസം, ഫെബ്രുവരിയിലെ ലീപ്പ് ഇയർ ആണെങ്കിൽ 29 വരും, അല്ലെങ്കിൽ 28. മാർച്ച് 31, ഏപ്രിൽ 30 അല്ലെ, മെയ് 31, ജൂൺ 30, ജൂലൈ 31, ഓഗസ്റ്റ് 31, സെപ്റ്റംബർ 30. അപ്പൊ ഇവിടെ മാർച്ച് 31 ഏപ്രിൽ 30, ജൂൺ 30, സെപ്റ്റംബർ 30. ഒറ്റയാൻ മാർച്ച് ആണ്. നമ്പർ ഓഫ് ഡേയ്സ് വെച്ചിട്ടാണ് നമ്മൾ ഒറ്റയാൻ പറയുന്നത്. ഓക്കെ ആണ്. എല്ലാവർക്കും മനസ്സിലായോ? ക്ലിയർ ആണോ? ആൻസർ നിങ്ങൾ ഇങ്ങനെയാണോ നോക്കുന്നത്? നിങ്ങൾ ഈ മുട്ട്, നമ്മൾ കൈമുട്ട് കൊണ്ട് നമുക്ക് ഒറ്റയാനെ കണ്ടുപിടിക്കാം. ജനുവരി സ്റ്റാർട്ട് ചെയ്യണം. ജനുവരി ഈ ഹോളിലോട്ട് പോകുമ്പോൾ 31 അല്ല. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഇങ്ങനെ നമുക്ക് ഈ ഒരു മുട്ട് സ്റ്റാർട്ട് ചെയ്യണം. അത് 31 ആയിരിക്കും. ഈ ഹോളിലേക്ക് പോകുമ്പോൾ 30 മാറും. വീണ്ടും മുട്ടിലേക്ക് വരുമ്പോൾ 31. അങ്ങനെ നമുക്ക് എണ്ണി വളരെ ഫാസ്റ്റ് ആയിട്ട് 31 ആണോ 30 ആണോ എന്ന് പറയാൻ പറ്റും. ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായോ? പ്രൈമറി കളേഴ്സ് ആർ റെഡ്, യെല്ലോ ആൻഡ് ബ്ലൂ. ആം ഐ കറക്റ്റ്? തെറ്റാണ്. യെല്ലോ പ്രൈമറി കളർ അല്ല. ഓക്കെ, പ്രൈമറി വർണ്ണങ്ങൾ എന്ന് പറയുന്നത് ഞാൻ ഫിഗർ കാണിക്കാം. നിങ്ങൾ പ്രൈമറി കളേഴ്സ് എന്ന് പറഞ്ഞിട്ട് മറ്റേത് പഠിച്ചു. ഓക്കെ, ഇത് ഒരു ഡിഫറൻസ് ഉണ്ട് ഇതിനകത്ത്. പ്രൈമറി കളേഴ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കളർ തിയറിയിൽ വേറെ പറയുന്നുണ്ട്, യെല്ലോ, ബ്ലൂ, റെഡ് എന്ന് പറഞ്ഞിട്ട്. അതായിരിക്കാം ഡിഫറൻസ് വന്നത്. ഓക്കെ ഓക്കെ, നമ്മൾ ഫിസിക്സിന്റെ പ്രൈമറി കളേഴ്സ് ആണ് ഇവിടെ സംസാരിച്ചത്. ഞാൻ ആ ഫിഗർ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, നോക്കിക്കോ. ഒറ്റ സെക്കൻഡ്. ഈ പ്രൈമറി കളേഴ്സിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഫിസിക്സിലെ പ്രൈമറി കളേഴ്സ് ആയിട്ടുള്ള റെഡ്, ഗ്രീൻ, ബ്ലൂ. ഇതാണ് ഫിസിക്സിലെ പ്രൈമറി കളേഴ്സ്. റെഡ്, ഗ്രീൻ, ബ്ലൂ. റെഡ്, ഗ്രീന്, ബ്ലൂ. ഈ റെഡും ഗ്രീനും ചേരുമ്പോൾ യെല്ലോ. ഈ ഗ്രീനും ബ്ലൂവും ചേരുമ്പോൾ സിയാൻ. റെഡും ബ്ലൂവും ചേരുമ്പോൾ മജന്ത. ഇതാണ് ഞാൻ പറഞ്ഞത് ഫിസിക്സിലെ പ്രൈമറി കളേഴ്സ്. ഗാന്ധിജിയുടെ രണ്ടാം ഭാര്യ യമുനയിൽ മുങ്ങി ചത്തു. ഗ്രീനും റെഡും ചേർന്നപ്പോൾ യെല്ലോ, റെഡ് ബ്ലൂ ചേർന്നപ്പോൾ മജന്ത, ബ്ലൂ ഗ്രീൻ ചേർന്നപ്പോൾ സിയാൻ. ഇതാണ് നമ്മൾ പറഞ്ഞ പ്രൈമറി കളേഴ്സ് എന്ന കൺസെപ്റ്റ്. ഓക്കെ, മനസ്സിലായോ? പിടികിട്ടുന്നുണ്ടോ? ഇതാണ് നമ്മളുടെ ഫിസിക്സ്. നമ്മുടെ സയന്റിസ്റ്റിന്റെ കളേഴ്സ് ഇതാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. ഇനി അഡിറ്റീവ്, സബ്ട്രാക്റ്റീവ് എന്നൊക്കെ പറഞ്ഞ കളേഴ്സ് ഉണ്ട്. അത് വെച്ചിട്ടായിരിക്കാം ഡൗട്ട് വന്നത്.
അഡിറ്റീവ് കളർ മിക്സിംഗ് ഉണ്ട്, അതിനകത്ത് യെല്ലോ പറയുന്നുണ്ട്, റെഡ് ബ്ലൂ യെല്ലോ. അഡിറ്റീവ് കളേഴ്സ് എന്ന് പറഞ്ഞിട്ട് റെഡ് യെല്ലോ ബ്ലൂ പ്രൈമറി കളേഴ്സ് ആയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഫിസിക്സ് വെച്ചിട്ടാണ് ഈ പറഞ്ഞത്. ഇനി നമ്മളൊന്ന് ഡൗട്ട് സെക്ഷൻ ഒന്ന് പറഞ്ഞോണേ. ഇത് ഞാൻ ഫിസിക്സ് വെച്ചിട്ടാണ് പറഞ്ഞത്. ഫിസിക്സിലെ നമ്മുടെ ഐൻസ്റ്റീന്റെ കളർ കോമ്പിനേഷൻ ആണ് ഇവിടെ പറഞ്ഞത്. പിന്നെ അഡിറ്റീവ് കളർ എന്ന് പറഞ്ഞിട്ട് യെല്ലോ പറയുന്നുണ്ട് പ്രൈമറി കളറായിട്ട്. ഇത് ഫിസിക്സിൽ അങ്ങനത്തെ ഇല്ല. അപ്പോൾ ഒന്ന് നോക്കിക്കേ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണേ. നമ്മളുടെ ഈ ഒരു ഫിഗർ എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? സെക്കൻഡ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ. അടുത്തത് ബേസ്ഡ് ഓൺ റൊട്ടേഷൻ പറഞ്ഞു, ബേസ്ഡ് ഓൺ റൊട്ടേഷൻ കണ്ടു. പിന്നെ നമ്മൾ 2 എലമെന്റ്സ് കണ്ടു. അടുത്തത് നമ്മൾ ഇങ്ങനെ മെത്തേഡ് ഓഫ് റൈറ്റിങ്ങിന്റെ കണ്ടു. പിന്നെ കുറെ എലമെന്റ്സ് ഇങ്ങനെ മിക്സ് ചെയ്തിട്ടേക്കും നമ്മളിങ്ങനെ എണ്ണിയൊക്കെ നോക്കിയിട്ട് പറയുന്നത്. പിന്നെ റിയൽ ഇമേജസ് വെച്ചിട്ട് നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ വൈൽഡ് അനിമൽസ് അല്ലെങ്കിൽ ഹെർബിവോസ്, കാർണിവോസ് അങ്ങനെയും വരും. ഇനി ഈവൻ നമ്പേഴ്സ്, ഓഡ് നമ്പർ, പ്രൈം നമ്പർ, സ്ക്വയേഴ്സ് അത് വരും. പിന്നെ വെജിറ്റബിൾ, ഫ്രൂട്ട് അങ്ങനെ വരും. പിന്നെ ഗുണിതങ്ങൾ, അതായത് മൾട്ടിപ്ലിക്കേഷൻസ്, ഡിഫറൻസ് വരും. ഇവിടെ സ്ക്വയർ ആണ് വന്നത്. റെഡ് ബ്ലൂ ഗ്രീൻ ഇതിലാണ് കൺഫ്യൂഷൻ വന്നത്. ഇത് ഞാൻ ഫിസിക്സ് വെച്ചിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഇട്ടത്. ഓക്കെ, അതുകൊണ്ടായിരിക്കാം കൺഫ്യൂഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇഗ്നോർ ചെയ്യാം. ഫിസിക്സ് പ്രകാരവും നിങ്ങൾ ഇനി അങ്ങോട്ട് ഇപ്പോൾ ഒരു 9, 8 ഒക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് ഫിസിക്സിൽ. ഇത് തന്നെയാണ് പഠിക്കാൻ പോകുന്നത്. ഇനി അങ്ങോട്ട് +1, +2 ഒക്കെ ഡിഗ്രിയിൽ ഒക്കെ ഇതാണ് പഠിക്കുന്നത്. പ്രൈമറി കളറും സെക്കൻഡറി കളറും ഇതെല്ലാവരും കൂടെ ചേരുമ്പോൾ വൈറ്റ് കിട്ടും എന്നുള്ള ഐൻസ്റ്റീൻ പ്രിൻസിപ്പിൾ ഒക്കെയാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. പിന്നുള്ളത് പ്രൈം നമ്പർ എന്നൊരു കൺസെപ്റ്റ് ആണ്, വെരി ഇമ്പോർട്ടൻറ്റ്. പ്രൈം നമ്പർ പലപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. പിന്നെ വൈൽഡ് അനിമൽ, ആ ഒരു ഡിഫറൻസ് ആണ് ഇവിടെ. ഇതെല്ലാം പ്രീവിയസ് നിങ്ങളുടെ നമ്മുടെ നവോദയയുടെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. ഇനി മാർച്ച്, ഏപ്രിൽ, ജൂൺ ഇത് മന്തിന്റെ ഡേറ്റ്സ് വെച്ചിട്ടാണ്. ഇത്രയും എല്ലാവർക്കും ക്ലിയർ ആണോ? ക്ലിയർ ആണോ? എന്തേലും ഡൗട്ട് ഉണ്ടോ? ഇത്രയും സെറ്റ് ആണോ? എല്ലാവരും സെറ്റ് ആണെങ്കിൽ ഒന്ന് ഇമോജീസ് ഇടാം. ഓക്കെ, താങ്ക് യു. നമുക്ക് നിർത്താം. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? ഇപ്പോ നമ്മുടെ ഓട്ട്മാൻ എന്ന് പറയുന്നത് നമ്മൾ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഒരുമിച്ച് ഒരു ഗ്രൂപ്പിനെ നമുക്ക് എങ്ങനെ ലോജിക്കായി പറയാം, എന്തെങ്കിലും ഒരു സിമിലാരിറ്റി ഇവർ 3 പേരും കൂടെ കാണും. അത് നമ്മൾ കണ്ടുപിടിച്ചാൽ മറ്റേ ആളെ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് എറിയാം. ക്ലിയർ ആണ്? ഓക്കെ ആണ്. ഏതാണ് ഒന്നും കൂടെ പറയേണ്ടത്? ഒന്നും കൂടെ ഏതാണ് പറയേണ്ടത്? ഏതാണ് ഒന്നും കൂടെ പറയേണ്ടത്? അപ്പോ നോക്കിക്കോ, നിങ്ങൾ ഈ ഹെഡിങ്സ് വെക്കണ്ട, അല്ലാണ്ട് ക്വസ്റ്റ്യൻ നോക്കി പഠിച്ചാൽ മതി. ഇവിടെ ലൈൻസുകളാണ് നമ്മൾ എണ്ണിയത്. സർക്കിൾ വന്നത് കൊണ്ട് ലൈനുകൾ ബന്ധപ്പെടുന്നില്ല. ഇവിടെ നമ്മൾ നമ്പേഴ്സ് എണ്ണി നോക്കി, ബാക്കിയെല്ലാം 6 ലൈൻസ് വെച്ച് ക്രിയേറ്റ് ചെയ്തു. ഇത് മാത്രം 7 ലൈൻ, അതുകൊണ്ട് ഇത് ഒറ്റയാൻ. ഇനി ഇവിടെ ഈ ആരോയും ഈ ഒരു ഷെയ്ഡിങ് പൊസിഷനും ഒരുമിച്ചാണോ എന്ന് നോക്കി, അല്ലാത്തത് ഒറ്റയാൻ. ഇനി ഇവിടെ നമ്മൾ ക്ലോക്ക് വൈസ്, ആന്റി ക്ലോക്ക് വൈസ് ആണ് എടുത്തത്. അങ്ങനെയാണ് നമ്മൾ ഒറ്റയാനെ കണ്ടുപിടിച്ചത്. അടുത്തത് നമ്മൾ ഉള്ളിലുള്ള ഫിഗറിന്റെ ലൈൻസ് എണ്ണി, എന്നിട്ട് പുറമേയുള്ള ഫിഗറിന്റെ ലൈൻസ് എണ്ണി, എന്നിട്ട് ആ ഡിഫറൻസ് എടുത്തപ്പോഴാണ് ഒറ്റയാൻ കിട്ടിയത്. പിന്നീട് ഇവിടെയാണ് വന്നത്. ഇവിടെ നമുക്ക് ലൈനുകളാണ് നമ്മൾ എണ്ണിയത്. ഇങ്ങനെ 3 ലൈൻസ്, ഇതിന് 2 ലൈൻ മതിയായിരുന്നു ക്രിയേറ്റ് ചെയ്യാൻ. പൈ ആണെങ്കിൽ 3 ലൈൻ വേണം, ഇസഡിന് 3 ലൈൻ വേണം. ഇപ്പൊ ഡബ്ല്യു ആണെങ്കിലോ 1, 2, 3, 4 4 ലൈൻസ് വേണം. അപ്പൊ ആ ലൈനുകൾ എണ്ണി ഒരുപോലുള്ളത് നോക്കി. ഇവിടെ പ്ലസിന്റെ എണ്ണം നോക്കി, +3 എണ്ണം × 2 എണ്ണം, അതാണ് ഒരുപോലെ വന്നത്. ഒരെണ്ണം മാത്രം ഡിഫറൻസ് വന്നു. ഈ റിയൽ ഇമേജിൽ സ്റ്റേഷനറി ഐറ്റം ആണ്, സൈക്കിൾ മാത്രം അല്ല. പിന്നെ ഇവിടെ വൈൽഡ് അനിമൽ. അടുത്തത് നമ്മൾ ഈവൻ നമ്പേഴ്സ് ആണ് നോക്കിയത്. ഇത് വെജിറ്റബിൾ, ഫ്രൂട്ട് ആണ് നോക്കിയത്. ഇവിടെ സ്ക്വയർ നമ്പർ ആണ് നോക്കിയത്. ഇത് പ്രൈമറി കളേഴ്സ് ആണ് നമ്മൾ ചെക്ക് ചെയ്തത്. ഇത് പ്രൈം നമ്പർ ആണ് നോക്കിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാ ക്വസ്റ്റിനും ഞാൻ ഒന്നും കൂടെ ആൻസേഴ്സ് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ബൈ.